ദൈവത്തിൻ്റെ പരിശുദ്ധ തിരുനാമം വാഴ്ത്തപ്പെടട്ടെ. പ്രധാനാൽ അനുഗ്രഹിക്കപ്പെട്ട വിശ്വാസികളുടെ സമൂഹമേ, വലിയ നോയമ്പിൻ്റെ ബുധനാഴ്ചകളിൽ ദേവാലയത്തിലേക്ക് വരികയും ദൈവസന്നിധിയിലായിരിക്കുകയും ചെയ്യുവാൻ ദൈവം നമ്മെ ഇടയാക്കുന്നു. പ്രത്യേകിച്ച് പരുമല സെമിനാരിയുടെ നേതൃത്വത്തിൽ വിശ്വാസ പഠന ക്ലാസ് ക്രമീകരിച്ചിട്ടുണ്ടല്ലോ. കഴിഞ്ഞ ആഴ്ച നാം ചിന്തിച്ചത് സഭയും ആരാധനയും വേദപുസ്തകവും എന്ന വിഷയമാണ്. ഇന്ന് പ്രത്യേകമായി നാം ചിന്തിക്കുന്നത് ശ്ലീബ വന്ദനവ്. ശ്ലീബായുടെ പ്രത്യേകത എന്തിനാണ് നമ്മളുടെ ദേവാലയങ്ങളിൽ ശ്ലീബായ്ക്ക് പ്രാധാന്യം നൽകുന്നത്, നാം കുരിശു വരയ്ക്കുന്നത്? ശ്ലീബ വന്ദനവ് വിഗ്രഹാരാധനയാണോ? ഇങ്ങനെയുള്ള വിഷയങ്ങൾ, പ്രത്യേകിച്ച് ക്രൂശുമായി ചേർന്ന ബന്ധപ്പെട്ട വിഷയങ്ങൾ പഠിക്കാം. ദുഃഖവെള്ളിയാഴ്ച എല്ലാവരും ഏറ്റുചൊല്ലുന്ന വളരെ സുപരിചിതമായ ഒരു ഭാഗമുണ്ട്. ഞങ്ങളുടെ ആത്മത്വത്തിന് അതിനാലേ, എങ്ങനെയായിട്ട് പറയുന്നേ, ഞങ്ങളുടെ ആത്മത്വത്തിന് അതിനാലേ രക്ഷയുണ്ടായെന്ന ശ്ലീബായേ ഞങ്ങൾ കുമ്പിടുന്നു. മശിഹാ തമ്പുരാനേ, നീ എഴുന്നള്ളി വരുമ്പോൾ ഞങ്ങളെയും ഓർക്കണമെന്ന് കള്ളനോടുകൂടി ഞങ്ങളും ചൊല്ലുന്നു. ഞങ്ങളുടെ ആത്മത്വത്തിന് അതിനാൽ രക്ഷയുണ്ടായി എന്ന ശ്ലീബായെ ഞങ്ങൾ കുമ്പിടുന്നു. പൗരസ്ത്യ ആരാധനയിലും പാശ്ചാത്യ ആരാധനയിലും കുരിശിനോട് അല്ലെങ്കിൽ ശ്ലീബായോട് അല്ലെങ്കിൽ ശ്ലീബായ്ക്ക് പ്രത്യേകമായ ഒരു സ്ഥാനമുണ്ട്. ദേവാലയത്തിലേക്ക് കയറി വരുന്ന വിളക്കിന് മുകളിലാണെങ്കിൽ, മേശമേലാണെങ്കിൽ, നമസ്കാര മേശമേലാണെങ്കിൽ, ബലിപീഠത്തിലാണെങ്കിൽ, പ്രത്യേകിച്ച് നോമ്പിന്റെ അനുഭവങ്ങളിൽ 25 ദിവസം പിന്നിട്ട് കഴിയുമ്പോൾ ദേവാലയ മധ്യത്തിൽ കുരിശ് സ്ഥാപിക്കുന്നു. ഹാഷായുടെ ആഴ്ചകളിൽ പ്രത്യേകമായി കുരിശിന് പ്രാധാന്യം ചെയ്തുകൊണ്ട് പ്രത്യേകമായ പ്രാർത്ഥനകൾ. ദുഃഖവെള്ളിയാഴ്ച ശ്ലീബ വന്ദനം എന്ന് പറഞ്ഞ പ്രത്യേക ക്രമം തന്നെ. കുദാശകളിൽ എല്ലാം ശ്ലീബായുടെ പ്രത്യേകമായ ആഘോഷവും ശ്ലീബായുടെ പ്രത്യേകമായ റൂഷ്മയും ചെയ്യുന്നു. മൊറാനായ പെരുന്നാളുകളിൽ 4 ഭാഗങ്ങളിലേക്കും 4 ദിക്കുകളിലേക്കും ക്രൂശ് എടുത്ത് 4 ദിക്കിനെയും വാഴ്ത്തുന്ന പ്രത്യേകമായ ശുശ്രൂഷകൾ. വിശ്വാസികളുടെ കഴുത്തിൽ അണിയുന്ന മാലയിൽ കുരിശ് സ്ഥാപിക്കുന്നു. ഇങ്ങനെ കുരിശ് ധരിക്കുന്ന, കുരിശിനെ ഉൾക്കൊള്ളുന്ന, കുരിശുമായി ചേർന്ന് ജീവിക്കുന്ന ക്രൈസ്തവ സമൂഹമാണ് ഇന്ന് കൂടുതലായിട്ടുള്ളത്. പക്ഷെ ഇവിടെ ഉന്നയിക്കപ്പെടുന്ന ചോദ്യം, ഇവിടെ ഉന്നയിക്കപ്പെടുന്ന പ്രശ്നം, നാം വിഗ്രഹ ആരാധനയിലേക്ക് മാറുകയാണോ? എങ്ങനെയാണ് വിഗ്രഹാരാധനയും കുരിശും തമ്മിലുള്ള വ്യത്യാസം? കുരിശ് കുമ്പിടുന്നു, കുരിശിനെ സ്ഥാപിക്കുന്നു. ദൈവം പറഞ്ഞിട്ടുണ്ട്, ഭൂമിയിലുള്ള യാതൊന്നിന്റെയും രൂപമോ സ്വാദൃശ്യമോ ഒന്നും ഉണ്ടാക്കി വെക്കരുത്, ആരാധിക്കരുത് എന്ന്. പിന്നെ എങ്ങനെയാണ് ഇതും സഭ പഠിപ്പിക്കുന്നതും തമ്മിൽ ചേരുക എന്ന് ചോദിച്ചേക്കാം. നാം ആ ഭാഗങ്ങളിലേക്ക് വരുന്നതിന് മുമ്പായിട്ട് കഴിഞ്ഞ ആഴ്ച നാം ചിന്തിച്ച വേദ
പുസ്തകത്തിൻ്റെ ഉത്ഭവം, അതിന് കിട്ടിയ അംഗീകാരം, ആരാധനയുടെ പശ്ചാത്തലത്തിൽ അതിന് കിട്ടിയ പ്രാധാന്യം, സഭ എങ്ങനെയാണ് അതിനെ കാണുന്നത്, ഇതൊക്കെ നാം ചിന്തിച്ചു. അവിടെ നാം പ്രത്യേകം പറഞ്ഞ ഒരു കാര്യമുണ്ട്. 1 തിമോഥെയോസ് 3-ാം അധ്യായം 15-ാം വാക്യം ആധാരമാക്കിയാണ് നാം ആ ക്ലാസ് മുൻപോട്ട് പോയത്. 1 തിമോഥെയോസ് 3-ാം അധ്യായം 15-ാം വാക്യം. അവിടെ പറയുന്നത്, സത്യത്തിന്റെ തൂണും അടിസ്ഥാനവുമായി ജീവനുള്ള ദൈവത്തിന്റെ സഭയാകുന്ന ദേവാലയം. ആരാണ് സത്യം? ആരാണ് സത്യത്തിൽ നയിക്കുന്നത്? സഭയാണ്. സഭയാകുന്ന ആ തൂണ്, അതാണ് സത്യത്തിന്റെ തൂണ്. സഭ ദൈവത്തിന്റെ ആലയമാണ്. പൗലോസ് ശ്ലീഹ ഓർമ്മിപ്പിക്കുന്ന കാര്യമാണ്. വേദപുസ്തകം 27 പുതിയ നിയമ പുസ്തകങ്ങൾ ഉപയോഗിക്കണമെന്ന് എവിടെയാണ് എഴുതിയിട്ടുള്ളത്? ആർക്കെങ്കിലും പറയാമോ? പഴയ നിയമത്തിൽ ഇന്ന് നമ്മൾ ഉപയോഗിക്കുന്ന 39 പുസ്തകങ്ങൾ അതല്ല യഥാർത്ഥത്തിൽ ശ്ലീഹന്മാർക്ക് ശേഷം വന്നിരുന്ന അപ്പോസ്തലീയ പിതാക്കന്മാർ, പിന്നീട് വന്നിരുന്ന വിശ്വാസ വീരന്മാർ, പിന്നീട് വന്ന സന്യാസ പ്രസ്ഥാന പിതാക്കന്മാർ, ഇവരൊക്കെ ഉപയോഗിച്ചത്, അല്ലെങ്കിൽ യഹൂദ പാരമ്പര്യത്തിൽ പിന്നീട് ഉപയോഗിച്ചു വന്നത് സെപ്റ്റുജന്റ് എന്ന് പറയുന്ന ഗ്രീക്ക് വെർഷനാണ്. യഹൂദന്മാരുടെ എബ്രായ ബൈബിളിന്റെ വിവർത്തനമായ, അതിനോട് കൂടുതൽ പുസ്തകങ്ങൾ ചേർത്ത ഗ്രീക്ക് ഭാഷയിൽ വിവർത്തനം ചെയ്യപ്പെട്ട കുറച്ച് പുസ്തകങ്ങൾ ഗ്രീക്കിൽ നേരിട്ട് എഴുതപ്പെട്ട സെപ്റ്റുജൻ എന്ന് പറയുന്ന പുസ്തകത്തെ അടിസ്ഥാനമാക്കിയാണ്. അതിലാണ് മക്കാബിയുടെ പുസ്തകം, ജ്ഞാനികളുടെ പുസ്തകം, ബറാസിറയുടെ പുസ്തകം, ഇങ്ങനെ വ്യത്യസ്തങ്ങളായ പുസ്തകങ്ങൾ കാണുന്നത്. ഇതിനെ അടിസ്ഥാനമാക്കി ഇത് ഉപയോഗിക്കണമെന്ന് ആരാണ് നമ്മെ പഠിപ്പിച്ചത്? എല്ലാം വേദപുസ്തകത്തിൽ കാണണം എന്ന് ഷഡിക്കുന്ന ഒരു കൂട്ടം ആളുകൾ നമ്മുടെ ഇടയിലൊക്കെ ഉണ്ട്. അപ്പോൾ എന്റെ ചോദ്യം, 27 പുസ്തകമാണ് പുതിയ നിയമത്തിലുള്ളത് എന്ന് വാദിക്കുന്ന ആളുകൾ അതെവിടെയാണ് വേദപുസ്തകത്തിൽ എഴുതിയിരിക്കുന്നത്? പുതിയ നിയമത്തിൽ എവിടെയെങ്കിലും ഉണ്ടോ? അല്ല, ഇനിയും പഴയ നിയമത്തിൽ പോയി തപ്പിയാൽ കിട്ടുമോ? അതാരാണ് നമ്മളെ പഠിപ്പിച്ചത്? അതാണ് പൗലോസ് ശ്ലീഹ ഓർമ്മിപ്പിക്കുന്നത്. സത്യത്തിന്റെ തൂണും അടിസ്ഥാനവുമായിരിക്കുന്നത് ആരാണ്? സഭയാണ്. നമ്മുടെ പിതാക്കന്മാരാണ് നമ്മോട് പറഞ്ഞു തന്നത്, കുഞ്ഞെ ഇന്നിന്ന പുസ്തകങ്ങളാണ്, ഇന്നിന്ന പുസ്തകങ്ങളാണ് നമുക്ക് വേണ്ടത്, ഇന്നിന്ന പുസ്തകങ്ങളാണ് വായിക്കേണ്ടത്. കുഞ്ഞുങ്ങൾ വളർന്നു വരുമ്പോൾ പുസ്തകങ്ങൾ വാങ്ങിച്ചു കൊടുക്കാറില്ലേ? അവർക്ക് വായിക്കേണ്ട, അവർക്ക് മനസ്സിലാകുന്ന, അവരെ സഹായിക്കുന്ന, അവരെ പോഷിപ്പിക്കുന്ന പുസ്തകങ്ങൾ എന്ന് പറയുന്ന പോലെ ക്രൈസ്തവ സഭയുടെ ആരംഭത്തിൽ, പ്രത്യേകിച്ച് AD 29 ശേഷമുള്ള കാലഘട്ടങ്ങളിൽ സഭ ഇങ്ങനെ കൂട്ടമായി വന്നു. AD 54 ശേഷമായി പൗലോസിന്റെ ലേഖനങ്ങൾ, പിന്നീട് മർക്കോസിന്റെ, ലൂക്കോസിന്റെ, മത്തായിയുടെ സുവിശേഷങ്ങൾ, ഇങ്ങനെ പല സുവിശേഷങ്ങൾ രേഖപ്പെട്ടു. പത്രോസ് ശ്ലീഹയുടെ നാമത്തിൽ സുവിശേഷമുണ്ട്, തോമാസ് ശ്ലീഹയുടെ നാമത്തിൽ സുവിശേഷമുണ്ട്, 12 അപ്പോസ്തലന്മാരുടെ പേരിലും എഴുതപ്പെട്ടിരിക്കുന്ന സുവിശേഷമുണ്ട്. എല്ലാം ഉപയോഗിക്കാൻ നമുക്ക് അനുവാദമില്ല. അത് നമ്മെ പഠിപ്പിച്ചത് അന്നുണ്ടായിരുന്ന പിതാക്കന്മാരാണ്. 27 പുസ്തകം ഉപയോഗിക്കണമെന്നും പഴയ നിയമത്തിലെ 39 അതിനോട് ചേർക്കപ്പെട്ട മറ്റു പുസ്തകങ്ങൾ ഉപയോഗിക്കണമെന്നും നമ്മെ പഠിപ്പിച്ചത് നമ്മുടെ പിതാക്കന്മാരാണ്. ഇത് ഒരു പശ്ചാത്തലമാണ്. ഇത് നിങ്ങളുടെ മനസ്സിലിരിക്കണം. നമ്മൾ ഇനി ഈ ക്ലാസ്സിൽ മുൻപോട്ട് പോകുമ്പോൾ എല്ലാം ബൈബിളിൽ ഉണ്ടോ എന്ന് ചോദിക്കുന്നതിന് മുമ്പായിട്ട്, ഏത് പുസ്തകമാണ് നീ വായിക്കേണ്ടത്, നീ ധ്യാനിക്കേണ്ടത്, ഏത് പുസ്തകമാണ് ഒരു ക്രൈസ്തവ വിശ്വാസി പിന്തുടരേണ്ടത് എന്ന് നമ്മെ പഠിപ്പിച്ചത് നമ്മുടെ സഭാപിതാക്കന്മാരാണ്. അവര് ആദ്യകാലങ്ങളിൽ 10-12 പുസ്തകങ്ങൾ, പിന്നീട് 20 പുസ്തകങ്ങൾ, പിന്നീട് 22 പുസ്തകങ്ങൾ, പിന്നീട് 27 പുസ്തകങ്ങൾ, അവസാനം സഭ
പിതാക്കന്മാർ നിജപ്പെടുത്തുകയായിരുന്നു. അതിൽ പ്രധാനിയായി ഞാൻ സൂചിപ്പിച്ചിരുന്നു അലക്സാന്ദ്രിയയിലെ മാർ അത്താനാസ്യൂസ്. അദ്ദേഹമാണ് ആദ്യമായി തൻ്റെ എഴുത്തിൽ തൻ്റെ കീഴിലുള്ള സഭയിലെ ആളുകളോട് പറയുന്നത് 27 പുസ്തകങ്ങൾ നിങ്ങൾ ഇത് മാത്രമേ ഉപയോഗിക്കാവൂ, അല്ലാതെ 27 പുസ്തകങ്ങളിനകത്ത് എങ്ങും കാണുന്നില്ല ഇന്ന പുസ്തകങ്ങളാണ് ഉപയോഗിക്കേണ്ടത്. ഇതാണ് നമ്മൾ ആദ്യമായി മനസ്സിലാക്കേണ്ട ഒരു പശ്ചാത്തലം. ഇനി ക്രൂശിന്റെ ചരിത്ര പശ്ചാത്തലം എങ്ങനെയാണ് എന്ന് നോക്കാം. എന്നു മുതലാണ് ക്രൂശിന് പ്രാധാന്യം വന്നത് എന്ന് പൊതുവെ കരുതപ്പെടുന്നത്? ഔദ്യോഗിക ചിഹ്നമായി ക്രൈസ്തവ സഭയുടെ ഔദ്യോഗിക ചിഹ്നം എന്താണെന്ന് പറയാമോ? എന്താ? നിലവിളക്കാണോ? കാലിത്തൊഴുത്താണോ? സ്റ്റാർ ആണോ? പ്രാവാണോ? ക്രൈസ്തവ സഭയുടെ ഔദ്യോഗിക ചിഹ്നമായി എപ്പോഴും നാം മുമ്പിൽ വെച്ച് നിൽക്കുന്നത് എന്താണ്? ക്രൂശ്. അതുകൊണ്ടാണ് പാട്ടുകാരൻ പാടുന്നത്, യാത്ര ചെയ്യും ഞാൻ ക്രൂശെ നോക്കി, യുദ്ധം ചെയ്യും ഞാൻ യേശുവിനാൽ, ജീവൻ വച്ചിടും രക്ഷകനായി, അന്ത്യശ്വാസം വരെയും ജീവൻ വച്ചിടും രക്ഷകനായി, അന്ത്യശ്വാസം വരെയും. യാത്ര ചെയ്യുന്ന ലക്ഷ്യമായി നമ്മൾ പൊതുവിൽ അംഗീകരിച്ചിരിക്കുന്ന അതൊരു സുനോദോസ് കൂടി ക്രൂശാണ് വെക്കേണ്ടതെന്നുള്ള തീരുമാനമല്ല. അത് ആദ്യകാലം മുതൽ ഇങ്ങനെ രൂപപ്പെട്ടു വരുന്നതാണ്. രാവിലെ എഴുന്നേറ്റാൽ പല്ലു തേക്കണം, കുളിക്കണം, ഇതൊക്കെ എവിടെയെങ്കിലും എഴുതി വെച്ചിട്ടുണ്ടോ? അത് മനുഷ്യന്റെ സാംസ്കാരികമായ വളർച്ചയുടെ ഭാഗമായി രൂപപ്പെട്ടു വന്ന ഒരു ശീലമാണ്. സഭ രൂപപ്പെട്ട് അതിന്റെ ആ കാലഘട്ടത്തിൽ വളർന്നു വന്നപ്പോൾ അവർ പല ചിഹ്നങ്ങൾ ആദ്യകാലങ്ങളിലൊക്കെ ഉണ്ടായിരുന്നു. പക്ഷേ ഒന്നിൽ അവർ കേന്ദ്രീകരിച്ചു. ക്രിസ്തുവിനെ സൂചിപ്പിക്കാൻ മത്സ്യം, പീഡനങ്ങളുടെ കാലത്ത്, പ്രയാസങ്ങളുടെ കാലത്ത് ചില അടയാളങ്ങളിലൂടെയാണ് അവർ പരസ്പരം ബന്ധപ്പെട്ടിരുന്നത്. അങ്ങനെ ക്രൂശ് അതിന് മുഖ്യധാരയിലേക്ക് വരികയാണ്. പക്ഷെ ഔദ്യോഗിക ചിഹ്നമായി ക്രൈസ്തവ വിശ്വാസികൾക്ക് ക്രൂശിനെ ഉപയോഗിക്കാൻ കിട്ടുന്നത് AD 313 ശേഷമാണ്. എന്താണ് AD 313 നടന്നത്? ആർക്കെങ്കിലും പറയാമോ? AD 313 എഡിക്റ്റ് ഓഫ് മിലാൻ, കുസന്തിനോസ് രാജാവ്, എഡിക്റ്റ് ഓഫ് മിലാൻ, കുസന്തിനോസ് രാജാവും ലിസിനിയൂസ് എന്ന് പറയുന്ന രാജാവും കൂടെ ചേർന്ന അവർ ഒരു വിളംബരം പുറപ്പെടുവിക്കുകയാണ്. അതിന് തൊട്ടു മുമ്പ് AD 312 നടന്ന ഒരു യുദ്ധത്തിൽ കുസന്തിനോസ് രാജാവിന്, റോമൻ ചക്രവർത്തിയെ, അദ്ദേഹത്തിന് സ്വപ്നത്തിൽ പ്രത്യക്ഷപ്പെട്ട് പരാജയത്തിന്റെ നടുക്കടലിൽ താണുകൊണ്ടിരുന്ന മനുഷ്യന് രാത്രിയിൽ സ്വപ്നമുണ്ടായി, നിന്റെ പട്ടാളക്കാരുടെ കൊടിയുടെ മുകളിൽ കുരിശ് ചിഹ്നം വെച്ചുകൊണ്ട് പോയി യുദ്ധത്തിന് പുറപ്പെട്ടാൽ തീർച്ചയായും നിനക്ക് വിജയം വരിക്കുവാൻ കഴിയും. രാവിലെ ഉറക്കമുണർന്ന എല്ലാ പട്ടാളക്കാരോടും വിളിച്ച് ആജ്ഞാപിച്ച് യുദ്ധത്തിൽ പുറപ്പെടുന്നതിന് മുമ്പായി കുരിശ് വരച്ച കൊടി അടയാളം എല്ലായിടത്തും സ്ഥാപിക്കുകയും യുദ്ധം വിജയിച്ചു വരികയും AD 313 ഇത് ഔദ്യോഗികമായി സഭയുടെ തലത്തിലേക്ക് വളർത്തപ്പെടുകയുമാണ്. 337 കുസന്തിനോസ് രാജാവിന്റെ മാതാവായ ഹെലേനി രാജ്ഞി യെരുശലേമിൽ പോയി ക്രൂശ് കണ്ടെടുക്കുവാനായിട്ട് ഇടയായത്. യേശുക്രിസ്തു മരിച്ച ക്രൂശ്.
337 AD 337 ക്രിസ്തുനിയോസ് രാജാവ് മാമോദിസ ഏറ്റ് ക്രൈസ്തവനായി തീരുന്നത്. ഇതാണ് ഒരു ചരിത്ര പശ്ചാത്തലം. ഔദ്യോഗികമായി പുറത്തേക്ക് നാലാളുകൾ കാണത്തക്ക രീതിയിലേക്ക് കുരിശ് സ്ഥാപിക്കുകയും കുരിശിന് പ്രചാരം ലഭിക്കുകയും ചെയ്യുന്നത്. അപ്പോൾ 300 വരെയുള്ള വർഷങ്ങളിൽ ഈ ക്രൂശ് എങ്ങനെയായിരുന്നു എന്ന് ചിന്തിക്കണമെങ്കിൽ ആ കാലഘട്ടങ്ങളിൽ എഴുതപ്പെട്ട പുസ്തകങ്ങൾ, പ്രധാനമായി വേദപുസ്തക പശ്ചാത്തലത്തിൽ നിങ്ങളും ചിന്തിക്കേണ്ടിയിരിക്കുന്നു. പുതിയ നിയമത്തിൽ നിന്നാണ് നാം തുടങ്ങുക. നാം കണ്ടത് ഔദ്യോഗികമായ ചരിത്ര പശ്ചാത്തലമാണ്. എന്നാൽ നാം ഇനിയും മുൻപോട്ട് പോകുമ്പോൾ കാണുന്നത് പുതിയ നിയമത്തിൽ എങ്ങനെയാണ് ക്രൂശിനുള്ള പ്രാധാന്യം. യേശുതമ്പുരാൻ തന്റെ ശിഷ്യന്മാരോട് പറയുന്ന പ്രധാനപ്പെട്ട ഒരു സന്ദേശമുണ്ട്. വിശുദ്ധ മത്തായിയുടെ സുവിശേഷം 10-ാം അധ്യായം 38-ാം വാക്യം. ആർക്കെങ്കിലും പറയാമോ? മത്തായിയുടെ സുവിശേഷം 10-ാം അധ്യായം 38-ാം വാക്യം. എന്നേക്കാൾ അധികമായി അപ്പനെയോ അമ്മയോ സ്നേഹിക്കുന്നവൻ ദൈവരാജ്യത്തിന് യോഗ്യനല്ല എന്നൊക്കെ പറഞ്ഞതിന് ശേഷം തൊട്ടടുത്ത വാചകത്തിലാണ് ഇത് പറയുന്നത്. എന്റെ ക്രൂശ് എടുത്ത് എന്നെ അനുഗമിക്കാത്തവൻ എനിക്ക് യോഗ്യനല്ല. ഇത് ക്രൂശിനെ പറ്റി ക്രിസ്തു പറയുന്നതാണ്. ക്രിസ്തു ഒന്നും എടുക്കണ്ട എന്ന് പഠിപ്പിക്കുന്ന ക്രിസ്തു ഒരു കാര്യം വ്യക്തമായി ഊന്നി പറയുന്നതാണ്: ക്രൂശ് എടുത്ത് അനുഗമിക്കുക. അതിന് ആത്മീയ രീതിയിൽ അതിനെ വ്യാഖ്യാനിക്കാം. ആത്മീയ രീതിയിൽ എന്ന് പറയുമ്പോൾ ക്രൂശ് ഒരു സൂചന മാത്രമാണ്, യഥാർത്ഥ അർത്ഥത്തിലല്ല എന്ന് വേണേ വാദിക്കാം. അതവിടെ നിൽക്കട്ടെ. ഗലാത്യ ലേഖനം 6-ാം അധ്യായം 14-ാം വാക്യത്തിൽ പൗലോസ് പറയുന്ന അതിശ്രേഷ്ഠമായ ഒരു വാചകമുണ്ട്. ഗലാത്യ ലേഖനം 6-ാം അധ്യായം 14-ാം വാക്യം. എനിക്കോ നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിന്റെ ക്രൂശിലല്ലാതെ പ്രശംസിപ്പാൻ ഇടവരരുത്. നമ്മൾ നോക്കുന്നത് ക്രൂശ് പ്രാധാന്യമുള്ളതാണോ എന്നുള്ളതാണ്, കുരിശ് പ്രാധാന്യമുള്ളതോ എന്നുള്ളതാണ്. അപ്പൊ പൗലോസ് പറയുന്നത് വ്യക്തമാണ്. ഗലാത്യ ലേഖനം 6-ാം അധ്യായം 14-ാം വാക്യം. ഞാൻ ബോസ്റ്റ് ചെയ്യുന്നത്, ഞാൻ പ്രശംസിക്കുന്നത് എന്തിലാണ്? എനിക്കോ നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിന്റെ ക്രൂശ്. വേദോസ്തത്തിൽ ക്രൂശിന്റെ കാര്യങ്ങൾ പറയുന്നതിലേക്കാണ് നാം വരുന്നത്. ഞാൻ പറഞ്ഞു, സഭയുടെ വിശ്വാസത്തിന്റെ അടിസ്ഥാനം വേദോസ്തത്തിൽ ആണ് എന്ന് വാദിക്കരുത്. സഭയുടെ വിശ്വാസത്തിന്റെ കാതലായ എല്ലാ കാര്യങ്ങളും വേദോസ്തത്തിൽ അടങ്ങിയിട്ടുണ്ട്. വേദോസ്തത്തിൽ അടങ്ങിയിരിക്കുന്നതിനെ ബേസ് ചെയ്തല്ല വിശ്വാസം, ആരാധന ഉണ്ടായിട്ടുള്ളത്. ആരാധനയും വിശ്വാസവും ഉടലെടുത്ത ആ രീതിയിൽ ക്രിസ്തുവിനെ പറ്റി കൂടുതൽ ബോധിപ്പിക്കാൻ വേണ്ടിയാണ് വേദപുസ്തകത്തിലെ സുവിശേഷങ്ങളും ലേഖനങ്ങളും ഒക്കെ എഴുതപ്പെട്ടത്. പക്ഷെ അവിടെ പോലും ഈ ക്രൂശിന്റെ പ്രാധാന്യം നമ്മൾ കണ്ടു. 313 ശേഷമാണ് ഔദ്യോഗികമായി അറിയപ്പെടുന്നതെങ്കിലും പൗലോസ്ലീഹയുടെ ലേഖനങ്ങളിലും സുവിശേഷങ്ങളിലും കുരിശിനെ പറ്റി എടുത്തു പറയുന്നുണ്ട്. 1 കൊരിന്ത്യർ 1-ാം അധ്യായം 18-ാം വാക്യം മറ്റൊരു തലത്തിലേക്ക് പൗലോസ്ലീഹയുടെ സാക്ഷ്യമായി മാറുകയാണ്. ക്രൂശിന്റെ വചനം നശിച്ചു പോകുന്നവർക്ക് ഭോഷത്വം. 1 കൊരിന്ത്യർ 1-ാം അധ്യായം 18-ാം വാക്യം. ക്രൂശിന്റെ വചനം നശിച്ചു പോകുന്നവർക്ക് ഭോഷത്വം. എന്തുകൊണ്ടാ പൗലോസ്ലീഹ ക്രൂശിന്റെ വചനം എന്ന് പറഞ്ഞത്? യേശുക്രിസ്തുവിന്റെ വചനം എന്ന് പറഞ്ഞാൽ പോരെ? ദൈവത്തിന്റെ വചനം, യഹോവ അരുളി ചെയ്യുന്ന വചനം, ക്രിസ്തുവിന്റെ വചനം, എന്റെ ദൈവത്തിന്റെ വചനം, ഇങ്ങനെ പറയാതെ ക്രൂശിന്റെ വചനം എന്ന് പറയണമെന്നുണ്ടെങ്കിൽ അതിനൊരു പ്രത്യേകതയുണ്ട്. അതൊരു സന്ദേശം നൽകുന്നുണ്ട്. അതിനെ നിനക്ക് ഒഴിവാക്കി കളയാൻ പറ്റത്തില്ല എന്നുള്ളതാണ്. പൗലോസ്ലീഹ തന്റെ ലേഖനങ്ങൾ എഴുതി തുടങ്ങുന്ന 54-ന്
അദ്ദേഹം മരിക്കുന്നത് AD 64, 65 ഏതെങ്കിലും കാലഘട്ടമായിക്കൊള്ളട്ടെ. പക്ഷെ അദ്ദേഹം എഴുതുന്ന ഒരു പശ്ചാത്തലം ആദിമ സഭയുടെ ശ്ലീഹന്മാരുടെ കാലഘട്ടത്തിൽ തന്നെയാണ്. അപ്പോൾ അദ്ദേഹം വ്യക്തമായി ഓർമ്മിപ്പിക്കുന്നുണ്ട് ക്രൂശിന്റെ വചനം. ഗലാത്യ ലേഖനം 2-ാം അധ്യായം 20-ാം വാക്യത്തിൽ വീണ്ടും എടുത്തു പറയുന്നുണ്ട്, ഞാൻ ക്രിസ്തുവിനോടുകൂടെ ക്രൂശിക്കപ്പെട്ടിരിക്കുന്നു. അത് ക്രൂശ് എന്നുള്ളതിന് പകരം ആ കർമ്മം അവിടെയുള്ള കർമ്മമാണ്. എങ്കിലും പൗലോസിന്റെ ലേഖനങ്ങളിലെല്ലാം ക്രൂശ് എന്നുള്ളത് ഒരു വലിയ സന്ദേശം നൽകുന്നു എന്ന് ചൂണ്ടിക്കാണിക്കുക. മറ്റനേകം വേദപുസ്തക വാക്യങ്ങളിൽ, പ്രത്യേകിച്ച് പുതിയ നിയമ വാക്യങ്ങളിൽ കുരിശ് എന്നുള്ളത് കാണുന്നുണ്ട്. അത് മെറ്റീരിയലായിട്ട് കുരിശ് നാട്ടി അവനെ അതിൽ തൂക്കി കുരിശ് ചുമന്നുകൊണ്ട് അവൻ പോയി, ഇങ്ങനെയുള്ള വാക്യങ്ങളൊക്കെ ഉണ്ട്. പക്ഷെ നാം പ്രധാനമായി ചിന്തിച്ചത് ക്രിസ്തു മരിച്ചു അതിനുശേഷം ഉള്ള കാലങ്ങളിൽ കുരിശിന് പ്രാധാന്യം ഉണ്ടായിരുന്നോ? ക്രിസ്തു തന്നെ ഒരു പ്രാവശ്യം സൂചിപ്പിക്കുന്നുണ്ട്, ക്രൂശ് എടുത്തുകൊണ്ട് എന്നെ അനുഗമിക്കണം. സുവിശേഷകന്മാർ വ്യക്തമായി അതെടുത്ത് കാണിക്കുന്നുണ്ട്. എന്നാൽ പൗലോസിന്റെ കാലഘട്ടം എന്ന് പറയുന്നത് ക്രിസ്തുവിന് ശേഷമുള്ള തുടർന്നുള്ള കാലഘട്ടമാണ്. ആ കാലഘട്ടത്തിലും ക്രൂശിന് പ്രാധാന്യമുണ്ട് എന്ന് സൂചിപ്പിക്കുകയാണ്. ഇതാണ് പുതിയ നിയമ പശ്ചാത്തലത്തിൽ ക്രൂശ് എന്ന് പറയുന്നത്. ക്രൂശിനൊരു വചനമുണ്ട്, ക്രൂശ് ഒരു സന്ദേശം നൽകുന്നു. അതുകൊണ്ടാണ് നമ്മൾ ദേവാലയത്തിൽ നോമ്പിൽ കുരിശിലേക്ക് നോക്കുന്നു, കുരിശ് വരയ്ക്കാൻ ഒക്കെ നമ്മൾ അതൊരു സന്ദേശം നൽകുന്നുണ്ട്. ഇതാണ് വേദപുസ്തകത്തിലെ പുതിയ നിയമത്തിലെ അനുഭവം. ഇനി പഴയ നിയമത്തിൽ എന്തെങ്കിലും കുരിശിനെ പറ്റി പറയുന്നുണ്ടോ? പഴയ നിയമത്തിൽ കുരിശിനെ പറ്റി പറയുന്നുണ്ടോ? എല്ലാവർക്കും കേൾക്കാം എന്നാണ് എൻ്റെ ധാരണ. വായുണ്ടെങ്കിലും സംസാരിക്കുന്നില്ല, ചെവിയുണ്ടെങ്കിലും കേൾക്കുന്നില്ല എന്ന് പറയുന്നവരെ പോലെയല്ല. പഴയ നിയമത്തിൽ എവിടെയെങ്കിലും കുരിശ് എന്ന വാക്ക് ഉപയോഗിക്കുന്നുണ്ടോ? കുരിശുമായി ബന്ധപ്പെട്ട എന്തെങ്കിലും കാര്യങ്ങൾ പഴയ നിയമത്തിലുണ്ടോ? ഇസ്രായേൽ മക്കൾ സർപ്പദംശനം ഏറ്റപ്പോൾ അതിൽ നോക്കാതിരിക്കാൻ ഒരു ബോൾ നാട്ടി എന്നാണ് എഴുതിയിരിക്കുന്നത്. നമ്മ അതിലേക്കൊക്കെ വരാം. ചില സൂചനകൾ ഉണ്ട്. പഴയ നിയമത്തിൽ നാം ആദ്യം പിതാക്കന്മാർ പറയുന്ന ഒരു സൂചന, അതിനെ മത്തായിയുടെ സുവിശേഷം 24-ാം അധ്യായം 30-ാം വാക്യത്തിൽ കർത്താവ് ഒരു കാര്യം പറയുന്നുണ്ട്. അതുകൊണ്ട് ചേർത്താണ് അതിനെ ചിന്തിക്കുന്നത്. അപ്പോൾ മനുഷ്യപുത്രന്റെ അടയാളം ആകാശത്ത് വിളങ്ങും. അടയാളം എന്നുള്ളതിന് സൈൻ എന്ന, അത് എബ്രായ ഭാഷയിൽ ഓത്ത് എന്നാണ് എഴുതുന്നത്. ഓത്ത് എന്ന വാക്കാണ്. ഓത്ത്, സെമിയോൻ അല്ലെങ്കിൽ സൈൻ. സൈൻ എന്ന വാക്ക് പഴയ നിയമത്തിൽ ആദ്യമായി കാണുന്നത് ഉൽപ്പത്തി പുസ്തകം 4-ാം അധ്യായം 15-ാം വാക്യം. അടയാളം. ഉൽപ്പത്തി പുസ്തകം 4-ാം അധ്യായം 15-ാം വാക്യം. 4-ാം അധ്യായത്തിൽ ആരെ പറ്റിയൊക്കെയാ പറയുന്നേ? 1-ഉം 2-ഉം അധ്യായം സൃഷ്ടി, 2-ാം അധ്യായത്തിൽ പ്രത്യേകിച്ച് ആദാവുകയും, 3-ാം അധ്യായത്തിലും ആദാവുകയും പാമ്പും, 4-ാം അധ്യായത്തിൽ ആരെ പറ്റിയോ പറയുന്നേ? അയനും ഹാബിലും. 4-ാം അധ്യായത്തിന്റെ 15-ാം വാക്യം എത്തുമ്പോ കയ്യൻ ഒരു കൊലപാതകിയായി, സഹോദരനെ കൊന്നു. ആ കയ്യനെ കാണുന്നവർ ആരും അവനെ കൊല്ലാതിരിക്കേണ്ടതിന് യഹോവ അവന് ഒരു അടയാളം കൊടുത്തു. നമ്മളൊരു അടയാളം ഇടുമ്പോ സാധാരണഗതിയിൽ ഇന്ന് പ്രചാരത്തിലിരിക്കുന്ന അടയാളം എന്തൊക്കെയാണ്? എന്തായിരിക്കും ഒരു അടയാളം കൊടുക്കുക എന്ന് പറഞ്ഞാൽ, ഒന്നിലൊരു വര, അല്ലെങ്കിൽ പൊതുവിൽ നമ്മൾ ഉപയോഗിക്കുന്ന എന്താണ്? എക്സ് ഗുണചിഹ്നം എന്നാണ് നമ്മൾ ഉപയോഗിക്കുന്നത്. അതവിടെ നിൽക്കട്ടെ, അതെന്തെങ്കിലും ആയിക്കൊള്ളാം. പക്ഷെ ഒരു അടയാളം അവന് കൊടുത്തു. അത് അവന്റെ നെറ്റിയിൽ ആണ് എന്ന് പറയുന്നു. ഒരടയാളം അവന് കൊടുത്തു. അതുകൊണ്ട് ആരും അവനെ കൊന്ന് ശിക്ഷ വാങ്ങിക്കാതിരിക്കാൻ. ഇതേ ഗ്രീക്ക് ഭാഷയിലേക്ക് തർജ്ജമ ചെയ്തപ്പോൾ ഉപയോഗിച്ചത്
മത്തായി ശ്ലീഹായുടെ സുവിശേഷം 24-ാം അധ്യായം 30-ാം വാക്യത്തിൽ പറയുന്ന അതേ ഗ്രീക്ക് വാക്കാണ്. നമ്മൾ മുമ്പേ കണ്ടു മനുഷ്യപുത്രന്റെ അടയാളം എന്നുള്ളത്, അതേ അടയാളം. എന്നാൽ ഇച്ചിരൂടെ വ്യക്തമായി ഒരു സൂചന നമുക്ക് ലഭിക്കുന്നത് ഉൽപ്പത്തി പുസ്തകം 48-ാം അധ്യായം 13 മുതൽ 19 വരെയുള്ള വാക്യങ്ങളിലാണ്. ഉൽപ്പത്തി പുസ്തകം 48-ാം അധ്യായം 13 മുതൽ 19 വരെയുള്ള വാക്യങ്ങളാണ്. ഉൽപ്പത്തി പുസ്തകം 48-ാം അധ്യായം 13 മുതൽ 19 വരെയുള്ള വാക്യങ്ങളിൽ ഇങ്ങനെയാണ് വായിക്കുന്നത്. പിന്നെ യൗസേഫ് എഫ്രൈമിനെ വലങ്കൈ കൊണ്ട് പിടിച്ച ഇസ്രായേലിന്റെ ഇടങ്കൈക്ക് നേരെയും മനുഷ്യ ഇടങ്കൈ കൊണ്ട് പിടിച്ച ഇസ്രായേലിന്റെ വലങ്കൈക്ക് നേരെയും ഇങ്ങനെ രണ്ടുപേരെയും അവന്റെ അടുക്കൽ കൊണ്ടുവന്നു. എഫ്രൈമിനെ വലങ്കൈ കൊണ്ട് പിടിച്ച ഇസ്രായേലിന്റെ ഇടങ്കൈക്ക് നേരെയും മനുഷ്യ ഇടങ്കൈ കൊണ്ട് പിടിച്ച ഇസ്രായേലിന്റെ വലതുകൈക്ക് നേരെയും നിർത്തി. എന്നിട്ട് ഇസ്രായേൽ അല്ലെങ്കിൽ യാക്കോബ്, യൗസഫിന്റെ പിതാവായ യാക്കോബ് വലങ്കൈ നീട്ടി ഇളയവനായ എഫ്രൈമിന്റെ തലയിലും ഇടങ്കൈ മൂത്തവനായ മനുഷ്യയുടെ തലയിലുമായി അങ്ങനെ തന്റെ കൈകളെ പിണച്ചു വെച്ചു. അങ്ങനെ തന്റെ കൈകളെ പിണച്ചു വെച്ചു. ക്രോസിംഗ് ഹിസ് ഹാൻഡ്സ് എന്നാണ് എഴുതിയിരിക്കുന്നത്. വിശദീകരിക്കാം. ഇസ്രായേലായി യാക്കോബായി സങ്കല്പിക്കുക. നിങ്ങൾ രണ്ട് കുഞ്ഞുങ്ങളെ എന്റെ മുമ്പിലേക്ക് കൊണ്ടുവരുന്നു. ഒരുവന്റെ പേര് മനുഷ്യൻ, അവനാണ് മൂത്തവൻ മനുഷ്യ, ഇളയവൻ എഫ്രൈം. രണ്ടുപേരെ കൊണ്ടുവന്ന് എന്റെ മുമ്പിൽ നിൽക്കുമ്പോൾ നിങ്ങളുടെ വലത് കൈയിൽ ആരാണ് മൂത്ത മകൻ, ഇടത് കൈയിൽ ഇളയ മകൻ. രണ്ടുപേരും എന്റെ മുമ്പിൽ വരുമ്പോൾ സ്വാഭാവികമായി വലത് കൈ കൊണ്ട് മൂത്ത മകനെയാണ് ഞാൻ അനുഗ്രഹിക്കുക. ഇടത് കൈയിൽ മൂത്ത മകനെയും വലത് കൈയിൽ ഇളയ മകനും. ശ്രദ്ധിക്കുക, പറഞ്ഞതിൽ തെറ്റിട്ടുണ്ടെങ്കിൽ. നിങ്ങൾ വരുമ്പോൾ നിങ്ങളുടെ ഇടത് കൈയിൽ നിങ്ങളുടെ മൂത്ത മകനും നിങ്ങളുടെ വലത് കൈയിൽ ഇളയ മകനും. അതിന് കാരണം അനുഗ്രഹിക്കുന്ന ഏതു കൈ കൊണ്ടാണ്? ആദ്യം അനുഗ്രഹം പോകുന്നത് വലത് കൈ കൊണ്ടാണ്. അപ്പൊ മൂത്തവൻ എവിടെ നിരും? എന്റെ വലത് കൈക്ക് നേരെ വരും. മനുഷ്യ എവിടെ നിൽക്കുന്നു? എഫ്രൈം എവിടെ നിൽക്കുന്നു? ഇങ്ങനെയാണ് യാക്കോബ് അനുഗ്രഹിക്കേണ്ടത്. പക്ഷെ വേദോസ്തത്തിൽ എഴുതിയിരിക്കുന്നു, യാക്കോബ് തന്റെ വലത് കൈ നീട്ടി ഇളയവനായ എഫ്രൈമിന്റെ തലയിലും തന്റെ ഇടത് കൈ എടുത്ത മൂത്തവനായ മനുഷ്യയുടെ തലയിലും വെച്ചു. ഇപ്പോൾ എങ്ങനെയാണ് ഇതിരിക്കുന്നത്? ക്രോസ്. നമ്മൾ സാധാരണ പറയുന്ന കുരിശാകൃതി എന്നുള്ളതല്ല, ഗുണചിഹ്നം. ആ രീതിയിലാണ് നിൽക്കുന്നത്. ഇങ്ങനെയാണ് നിൽക്കുന്നത്. ഇങ്ങനെ ചെയ്തു കഴിഞ്ഞപ്പോ യൗസേഫ് ചോദിച്ചു, അപ്പന് കണ്ണിന് കാഴ്ചക്ക് കുറവുണ്ട്, അപ്പന് തെറ്റിപ്പോയതാക്കാം എന്ന് പറഞ്ഞിട്ട് യൗസേഫ് പറയുന്ന വാചകം ഇങ്ങനെയാണ്. യോസഫ് അപ്പനോട്, അങ്ങനെയല്ല എന്റെ അപ്പ, ഇവനല്ലോ ആദ്യജാതൻ, ഇവന്റെ തലയിൽ വലങ്കൈ വെക്കണം എന്ന് പറഞ്ഞു. എന്നാൽ അവന്റെ അപ്പൻ സമ്മതിക്കാതെ, എനിക്കറിയാം മകനെ, എനിക്കറിയാം, ഇവനും ഒരു വലിയ ജനമായി തീരും. യാക്കോബിനെ തെറ്റിയൊന്നുമില്ല കേട്ടോ. അറിഞ്ഞുകൊണ്ട് സുബോധത്തോടെ യാക്കോബ് ചെയ്യുന്നതാണ്. ഇതാണ് ആദ്യത്തെ നമ്മൾ കാണുന്ന ഒരു കുരിശിന്റെ അടയാളമായി കാണുന്നത്. അനുഗ്രഹത്തിന് യാക്കോബിനെ പറയാമായിരുന്നു, അവനെ ഇപ്പുറത്ത് കൊണ്ട് നിർത്ത, അണ്ടവനെ അപ്പുറത്ത് കൊണ്ട് നിർത്ത, ഞാൻ അനുഗ്രഹിക്കട്ടെ എന്ന് പറയാം. അതൊന്നുമല്ല. അദ്ദേഹം ചെയ്യുകയാണ്. അദ്ദേഹം തന്റെ കർമ്മം ചെയ്യുന്നത് കൈയെടുത്ത് വെച്ച് അനുഗ്രഹിക്കുകയാണ്, തിരുത്തുകയും ഇല്ല. അത് ഉറപ്പോടുകൂടി ചെയ്യുന്ന, അതാണ് കുരിശാകൃതി എന്ന് പറയുന്നത്. അവിടെ ക്രോസിംഗ് ഹിസ് ഹാൻഡ്സ് എന്നാണ് ഇംഗ്ലീഷിൽ എഴുതിയിരിക്കുന്നത്. പുറപ്പാട് പുസ്തകം 12-ാം അധ്യായം 7-ാം വാക്യം മറ്റൊരു സംഭവം സൂചിപ്പിക്കുന്നുണ്ട്. പുറപ്പാട് പുസ്തകം 12-ാം അധ്യായം 7-ാം വാക്യം അറിയാം. 12-ാം അധ്യായം 7-ാം വാക്യം നമുക്ക് പരിചിതമായ ഒരു അനുഭവമാണ്. ഇസ്രായേൽ ജനത മിസ്രൈമിൽ നിന്ന് പുറത്തേക്ക് പോകുന്ന ദിവസം, അതിന് തൊട്ടു മുമ്പ് ആദിജാതന്മാരെ സംഹരിക്കാതിരിക്കേണ്ടതിന് ഇസ്രായേൽക്കാർ താമസിക്കുന്ന വീടുകളുടെ കട്ടളമേലെല്ലാം ആടിനെ കൊന്ന് എന്തു പുരട്ടി? രക്തം പുരട്ടി. ഇസ്രായേൽ സഭയുടെ കൂട്ടമെല്ലാം സന്ധ്യാസമയത്ത് ആടിനെ അറുക്കണം.
അതിന്റെ രക്തമെടുത്ത് തങ്ങൾ ഭക്ഷിക്കുന്ന വീടുകളുടെ വാതിലിന്റെ കട്ടിളക്കാൽ രണ്ടിന്മേലും കുറുമ്പടിമേലും പുരട്ടണം. വാതിലിന്റെ കട്ടിള അറിയാമല്ലോ, കട്ടിളയിൽ രണ്ടിടത്തും പുരട്ടണം, മുകളിലും പുരട്ടണം. ഇതൊരു കുരിശാണോ എന്ന് നിങ്ങൾ ചിന്തിച്ചേക്കാം. അവിടെ പഴയ നിയമ പശ്ചാത്തലത്തിൽ അതിനെ നാം വ്യാഖ്യാനിക്കുകയാണ്, നാം അതിനെ കാണുകയാണ്. ഇങ്ങനെ ഇരിക്കുന്ന ഒരു സാധനത്തിന്റെ മുകളിലൂടെ മറ്റൊരു വര പോകുന്നു എന്നത് പഴയ നിയമത്തിൽ നാം കാണുകയാണ്. ഏതെങ്കിലും രീതിയിൽ മൊത്തമായി, കഥയിൽ മൊത്തമായി ഈ രക്തം, അതല്ലേ ഏറ്റവും നല്ലത്, കഥയിൽ മൊത്തമായി ഈ രക്തം തളിക്കാമായിരുന്നു. പക്ഷെ അതിനൊരു പ്രത്യേകമായ ഒരു രീതിയുണ്ട്, അത് നമ്മൾ ശ്രദ്ധിക്കുകയാണ്. അതുകൊണ്ടാണ് നമ്മൾ അതിനെ ശ്രദ്ധിക്കുന്നത്. ചുമ്മാതെ ഒരു രക്തം പുരട്ടിയാൽ മതി എന്നല്ല എഴുതിയിരിക്കുന്നു. രണ്ടും അതിന് മുകളിലും ഇതൊരു സംരക്ഷകമായി, ഒരു കവചമായി തീരുകയാണ്. അതിനുള്ളിലൂടെ ഒരു ശക്തിക്കും കടക്കുവാൻ കഴിയാത്ത രീതിയിൽ ദൈവത്തിന്റെ ദൂതൻ സംഹാര താണ്ഡവമാടി വരുമ്പോൾ ഇങ്ങനെയുള്ള ഒരു ചിഹ്നം, അറുക്കപ്പെട്ട കുഞ്ഞാടിന്റെ രക്തം, അത് പുരട്ടിയിരിക്കുന്ന കട്ടിളപ്പടിമേൽ അതിനുള്ളിലൂടെ പ്രവേശിക്കുകയില്ല. ഇത് ഓർത്തിരിക്കുക. മറ്റ് ഒരു സന്ദർഭം പഴയ നിയമത്തിൽ കാണുന്നത് പുറപ്പാട് പുസ്തകം 17-ാം അധ്യായം 11-12 വാക്യങ്ങളാണ്. പുറപ്പാട് പുസ്തകം 17-ാം അധ്യായം 11-12 വാക്യങ്ങളാണ്. അവിടെ ഇസ്രായേൽ മക്കൾ ചെങ്കടലൊക്കെ കടന്ന് അപ്പുറത്തെത്തി കഴിഞ്ഞപ്പോൾ അമാലേക്ക് യുദ്ധത്തിനായിട്ട് വന്നു. അമാലേക്ക് റഫീദീമിൽ വെച്ച് യുദ്ധത്തിനായിട്ട് ഇസ്രായേലിന്റെ നേരെ വരികയാണ്. അപ്പോൾ ഇസ്രായേൽക്കാർ യുദ്ധം ചെയ്യാൻ തുടങ്ങുകയാണ്. വളരെ നാളിന് ശേഷം യുദ്ധം തുടങ്ങാൻ അവർ യുദ്ധം ചെയ്യുമ്പോൾ അവിടെ ഒരു പ്രത്യേകതയുണ്ട്. മോശ കൈ ഉയർത്തിയിരിക്കുമ്പോൾ ആര് ജയിക്കും? ഇസ്രായേൽ ജയിക്കും. മോശ കൈ ആക്കുമ്പോൾ ആര് ജയിക്കും? അമാലേക്ക് ജയിക്കും. വേദോസ്തവത്തിൽ എഴുതിയിട്ടുള്ള കാര്യമാണ്. മോശ കൈ ഉയർത്തുമ്പോൾ ആര് ജയിക്കും? ഇസ്രായേൽ ജയിക്കും. എത്ര നേരം എങ്ങനെ കൈ പൊക്കിക്കൊണ്ടിരിക്കാൻ പറ്റും? കുറെ നേരം കഴിയുമ്പോൾ കൈ ക്ഷീണിക്കും. അതാണ് അവിടെ ഇരിക്കുന്നത്. മോശ കൈ താക്കുമ്പോൾ മോശ തോൽക്കണമെന്ന് എഴുതിയാണോ കൈ താക്കുന്നത്? അല്ല, അത് ക്ഷീണം കൊണ്ടാണ്. അതുകൊണ്ടാണ് അവിടെ എഴുതിയിരിക്കുന്നത്, മോശയുടെ കൈക്ക് ഭാരം തോന്നിയപ്പോൾ അവൻ ഒരു കല്ലെടുത്ത് വെച്ച് അതിന്മേലിരുന്നു. അഹരോനും ഹൂരും ഒരുത്തിനപ്പുറത്തും ഒരുത്തിനിപ്പുറത്തും ഇരുന്ന് അവന്റെ കൈ താങ്ങി. ഞാൻ ഇങ്ങനെ കൈ പൊക്കി പിടിച്ചുകൊണ്ട് ഇവിടെ ഇരിക്കുകയാണ്. നിങ്ങൾ രണ്ടുപേർ എന്റെ കൈ താങ്ങാൻ വരുന്നു. നിങ്ങൾ എങ്ങനെയായിരിക്കും കൈ താങ്ങുക? എങ്ങനെയായിരിക്കും കൈ താങ്ങുക? ഇവിടെ പിടിച്ചാണ് കൈ താങ്ങുന്നത്. എവിടെയായിരിക്കും കൈ ആദ്യം? കൈ വളയുന്നത് എവിടെയാ? മുട്ടിനാ. അല്ലെങ്കിൽ ഇവിടെ പിടിക്കാം, അല്ലെങ്കിൽ മുകളിൽ പിടിക്കാം. ഏതായാലും ഈ ഭാഗത്ത് പിടിച്ചാൽ മുട്ടിന് താപ്പോട്ട് കൈക്ക് ഏതായാലും ഊന്നു കൊടുക്കാൻ, അല്ലെങ്കിൽ പിന്നെ ഇങ്ങനെ പിടിക്കണം. അങ്ങനെ പിടിക്കുമ്പോഴും അത് കറക്റ്റ് മുട്ടിന്റെ അവിടെയാണ്. രണ്ടുപേർ അപ്പുറം ഇപ്പുറം നിൽക്കുന്നു. ഇത് എന്താകൃതിയാവുന്നു? എന്താകൃതിയാവുന്നു? കുരിശിന്റെ ആകൃതിയാവുന്നു. നമ്മൾ സൂചനകളിലേക്കാണ് പോകുന്നത്. ക്രിസ്തുവിനെ പറ്റി പോലും സൂചനകൾ മാത്രമാണ് എവിടെയുള്ളത്? പഴയ നിയമത്തിലുള്ളത്. അവിടെയാണ് നാം കുരിശിനെ തേടി ചെല്ലുകയാണ്. പുറപ്പാട് പുസ്തകം 17-ാം അധ്യായം 11-12 വാക്യങ്ങളാണ് നമ്മൾ ഇപ്പോൾ കണ്ടത്. അടുത്തത് യെഹെസ്കേൽ പ്രവാചന പുസ്തകം 9-ാം അധ്യായം 4-ാം വാക്യം. യെഹെസ്കേൽ പ്രവാചന പുസ്തകം 9-ാം അധ്യായം 4-ാം വാക്യം. അവനോട് യഹോവ, നീ നഗരത്തിന്റെ നടുവിൽ, യെരൂശലേമിന്റെ നടുവിൽ കൂടെ ചെന്ന് അതിൽ നടക്കുന്ന സകല മ്ലേച്ഛതകളും നിമിത്തം നെടുവീർപ്പെട്ട് കരയുന്ന പുരുഷന്മാരുടെ നെറ്റികളിൽ ഒരു അടയാളം ഇടുക എന്ന് കൽപ്പിച്ചു. യെഹെസ്കേൽ പ്രവാചന പുസ്തകം 9-ാം അധ്യായം 4-ാം വാക്യം. ഇത് വളരെ ശ്രദ്ധേയമായ ഒരു വാക്യമാണ്. നമ്മളത് മലയാളത്തിൽ വായിച്ചു പോകുമ്പോൾ ഈ അടുത്ത പരിസരത്തുകൂടി എങ്ങും അത് കടന്നു പോകത്തില്ല. അതുകൊണ്ടാണ് പലപ്പോഴും പറയുന്നത്, ഭാഷാന്തരം ചെയ്തിരിക്കുന്നതിൽ ഒത്തിരി പ്രശ്നങ്ങളുണ്ട്, വിവർത്തനം ചെയ്തിരിക്കുന്നതിൽ ഒത്തിരി കുഴപ്പങ്ങളുണ്ട് എന്ന് പിതാക്കന്മാർ പറയുന്നതിന് കാരണം അതാണ്. യെഹെസ്കേൽ പ്രവാചന പുസ്തകം 9-ാം അധ്യായം 4-ാം വാക്യത്തിൽ എഴുതിയിരിക്കുന്നത്, നെടുവീർപ്പെട്ട് കരയുന്ന പുരുഷന്മാരുടെ നെറ്റികളിൽ ഒരടയാളം ഇടുക.
ഇംഗ്ലീഷിൽ ആ ഭാഗം വായിക്കുന്നത് and put a mark upon the foreheads of the men. ഇംഗ്ലീഷിൽ വരുമ്പോഴും ഒരു മാർക്ക് മാത്രമായി തീരുകയാണ്. ഒരു മാർക്ക് എന്ന് പറഞ്ഞാൽ എന്തെങ്കിലും ഒരു മാർക്ക്. എബ്രായ ഭാഷയിൽ അത് എഴുതിയിരിക്കുന്നത് അതിങ്ങനെയാണ്: വെഹിത്തെ വയത്ത താവ് അൽ മിസ്കോത്ത് ഹ അനാഷിം. വെഹിത്തെ വെഹിത്ത താവ് അൽ മിസ്കോത്ത് ഹ അനാഷിം. ഇതിനകത്ത് താവ് പറയുന്ന വാക്ക് തർജ്ജിമ ചെയ്തിരിക്കുന്ന ഒരു അടയാളം മാർഗ എന്നുള്ളത്. നാമവും അതിന്റെ ക്രിയ. താവെന്ന് പറയുന്ന വാക്ക് നാമം, അതേ വാക്കിൽ നിന്ന് വന്നിരിക്കുന്ന മറ്റൊരു വാക്കാണ്. അതേ വാക്കിൽ നിന്ന് വന്നിരിക്കുന്ന ക്രിയയാണ് അവിടെ പറയുന്നത് പുട്ട് എ മാർക്ക്. പുട്ട് എ മാർക്ക് എന്നുള്ളത് പുട്ട് എ മാർക്ക് എന്ന വരും. അത് ശരിക്കും ട്രാൻസ്ലേറ്റ് ചെയ്യും. ഇവിടെ എന്താണ് ഇതിന് ഇത്ര പ്രത്യേകത എന്ന് നിങ്ങൾ എല്ലാവരും ചോദിച്ചേക്കാം. പഴയ നിയമ ഭാഷയായ എബ്രായ ഭാഷയിലെ ഒരു വാക്കാണ്, ഒരു ആൽഫബറ്റാണ് താവ്. പഴയ നിയമ എബ്രായ ഭാഷയിലെ ഒരു ആൽഫബറ്റാണ് താവ്. അത് എഴുതുന്നത് നിങ്ങളുടെ സൈഡിൽ നോക്കുമ്പോൾ ഇങ്ങനെയാണ് അത് എഴുതുന്നത്. നമ്മൾ കണ്ട 2 കട്ടള, അതിന്റെ മുകളിൽ ഒരു പടി, അത് ഇച്ചിരൂടെ നീട്ടി മേലിലും, മറ്റേ സൈഡ് നേരെ താഴത്തെ ഓപ്പോസിറ്റ് സൈഡ് താഴേക്ക് നീട്ടി, അങ്ങനെയാണ് അത് ഇരിക്കുന്നത്. എന്നാൽ അതിന്റെ കേഴ്സീവ് റൈറ്റിംഗ് ഉണ്ട്. നമ്മൾ കേഴ്സീവ് റൈറ്റിംഗ് അറിയാമല്ലോ. ആ കേഴ്സീവ് റൈറ്റിംഗിൽ ആദ്യകാലങ്ങളിൽ അത് എഴുതിക്കൊണ്ടിരുന്നത് ഗുണചിഹ്നം അങ്ങനെയാണ് അത് എഴുതിക്കൊണ്ടിരുന്നത്. അല്ലെങ്കിൽ അതിനുപയോഗിച്ചിരുന്നത് പ്ലസ് സൈൻ ആണ്. പ്ലസ് സൈൻ, ഞാൻ കുരിശെന്നല്ല പറയുന്നത്, ശ്രദ്ധിക്കുക, പ്ലസ് സൈൻ, അധിക ചിഹ്നം. ഇത് രണ്ടുമാണ് ആദ്യകാലങ്ങളിലെ കേഴ്സീവ് റൈറ്റിംഗ്. ഒരു ഭാഷ രൂപപ്പെട്ടു വരുമ്പോൾ അത് ഇന്ന് കാണുന്ന രൂപത്തിലല്ല അതിന്റെ ആൽഫബറ്റ്, അതിന്റെ അക്ഷരങ്ങൾ ആദ്യം രൂപപ്പെട്ടത്. മലയാള ഭാഷയുടെ ആദ്യകാലങ്ങളിലുള്ള അക്ഷരത്തിന്റെ എഴുത്ത് അത് വ്യത്യസ്തമായിരുന്നു. പ്രിന്റ് മീഡിയ മാറി മാറി വന്നപ്പോൾ അതിന് രൂപത്തിനും ഭാവത്തിനും ഒക്കെ വ്യത്യാസം ഉണ്ടായെന്ന് പറയുന്നത് പോലെയാണ്. എന്നാൽ ഞാൻ ആദ്യം സൂചിപ്പിച്ചു, സെപ്റ്റുജന്റ് അല്ലെങ്കിൽ ഗ്രീക്ക് വെർഷൻ, ഗ്രീക്ക് തർജ്ജിമയിൽ ഈ ഭാഗം വരുമ്പോ ഗ്രീക്കിലെ ലെറ്റർ ആയിരിക്കുന്ന, ഗ്രീക്കിലും ഈ താവ് എന്ന് പറയുന്ന ഒരു ലെറ്റർ ഉണ്ട്. ഈ ലെറ്റർ ആണ് ഇരിക്കുന്നത് ടി. അത് ടി പോലെയാണ് ഇരിക്കുന്നത്. താവ് എന്ന് പറയുന്നത് ഗ്രീക്കിൽ ടി പോലെയാണ് എഴുതുന്നത്. അപ്പോൾ ഗ്രീക്ക് വെർഷനിൽ ഇത് എഴുതി വരുമ്പോ പുരുഷന്മാരുടെ നെറ്റികളിൽ ഒരു അടയാളം ഇടണമെന്ന് പറയുന്നിടത്ത് ഈ ടി ആണ് വെച്ചിരിക്കുന്നത്. വേറെ ഒന്നും വാചകമില്ല, വേറൊരു വാക്കുമില്ല. നിങ്ങൾക്ക് സംശയം ഉണ്ടെങ്കിൽ എവിടെയെങ്കിലും ഒരു ഗ്രീക്ക് പുസ്തകം, ഗ്രീക്ക് എസ്കേലിന്റെ പുസ്തകം 9-ാം അധ്യായം കണ്ടുപിടിച്ച് 4-ാമത്തെ വാക്യം നോക്കണം. ചില ഇംഗ്ലീഷ് വേർഷനിലൊക്കെ ടി എന്ന് കിടപ്പുണ്ട്. ടി എന്നാണ് എഴുതിയിരിക്കുന്നത്. അത് കുരിശാണ്. ആദ്യ ക്രൈസ്തവ സഭയുടെ കാലത്ത് ഈ കുരിശ് സൂചിപ്പിക്കാൻ ഈ ടി അടയാളം ഉപയോഗിച്ചിരുന്നു. ഫ്രാൻസിസ് അസീസി ഉപയോഗിക്കുന്ന കുരിശും ഏകദേശം ഈ ടി ഷേപ്പിലുള്ള ഒരു കുരിശാണ്. റോമിലെ കാറ്റക്കോംസ്, അതായത് ആദ്യകാലത്ത് പീഡനങ്ങളുടെയൊക്കെ കാലത്ത് പേടിച്ച് ഭൂമിക്ക് അടിയിലുള്ള ഗുഹകൾ അല്ലെങ്കിൽ നിലവറകൾക്കുള്ളിൽ അവിടെ അവരുടെ മരിച്ചുപോയവരെ അടക്കം ചെയ്യുകയും അതിനോട് ചേർന്ന് തന്നെ ബലിപീഠം നിർമ്മിച്ച് അവിടെ ആരാധന നടത്തുകയൊക്കെ ചെയ്യുന്നുണ്ട്. അങ്ങനെയുള്ളത് യൂറോപ്പിന്റെ പല ഭാഗങ്ങളിലും ഏഷ്യ മൈനറിലും ഒക്കെയുണ്ട്. അഗാധങ്ങളിലാണത്, വളരെ അഗാധങ്ങളിലാണ്. അവിടെയുള്ള ചിത്രരചനകളിലൊക്കെ ഈ കുരിശ് എന്ന് പറയുന്ന പ്ലസ് സൈൻ ഇല്ലെങ്കിൽ ഈ ടിയുടെ ചിഹ്നം ശ്രദ്ധേയമാണ്. അപ്പോൾ നമ്മൾ വ്യക്തമായി ഈ ഭാഗം വരികയാണ്. കൈയിന്റെ സംഭവം പറയുമ്പോൾ ജസ്റ്റ് ഒരു അടയാളം എന്ന രീതിയിൽ നമ്മൾ അതിനെ ഒഴുക്കിവിട്ടെങ്കിൽ പുറപ്പാട് പുസ്തകം 12-ാം അധ്യായം 7 വരുമ്പോഴത്തേക്കും ഒരു പ്രത്യേക രീതിയിലുള്ള അടയാളം
അത് താവ് എന്ന വാക്കിന്റെ അതേ എബ്രായ ഭാഷയിൽ എഴുതുന്ന പോലെ തന്നെയാണ് ആ കട്ടളപ്പടിമേൽ രക്തം പൂശുന്നത്. പുറപ്പാട് പുസ്തകം 17, 11, 12 വാക്യങ്ങളിൽ നാം അമാലേക്ക് യുദ്ധം ചെയ്യുന്ന കാര്യം പറയുമ്പോൾ കൈകൾ പിണച്ചു വെച്ച് കുരിശിന്റെ അല്ലെങ്കിൽ ഗുണചിഹ്നത്തിന്റെ ആകൃതിയിൽ. പിന്നീട് വരുമ്പോ എസ്കേൽ 9:4, എസ്കേൽ പുസ്തകം 9:4 വാക്യം വളരെ വ്യക്തമാണ്, വളരെ വ്യക്തമായിട്ട് എഴുതിയിരിക്കുകയാണ്. ലെറ്റർ ടി എന്ന പോലെ ലെറ്റർ ടാ, ആ ലെറ്റർ വളരെ വ്യക്തമായ ഒരു കുരിശിന്റെ ആകൃതിയിലാണ്. അതാണ് ഒരു അടയാളം, ഒരു സൈൻ എന്ന് പറയുമ്പോൾ അതാണ്. വേറെ എത്രയോ ആൽഫബറ്റ് ഉണ്ടായിരുന്നല്ലേ, എത്രയോ ലെറ്റേഴ്സ് വേറെ ഉണ്ട്, എന്തുകൊണ്ട് കിട്ടില്ല? ആൽഫയും ഒമേഗയും ആകുന്നു എന്ന് പറയുന്ന ഗ്രീക്കിൽ ഒരു ലെറ്റേഴ്സ് ഉണ്ട്, ആൽഫയുണ്ട് ഒമേഗയുണ്ട്, എന്തുകൊണ്ട് ഇട്ടില്ല? വേറെ എത്രയോ ഉണ്ട്, ബീറ്റായുണ്ട്, ഗാമയുണ്ട്, ഇതൊന്നും ഇട്ടിട്ടില്ല. പിന്നെ എന്താണ് ഇട്ടത്? കുരിശുമായി സാദൃശ്യമുള്ള ടി, അതാണ് ഒരു അടയാളമായി ഉപയോഗിക്കുന്നത്. ഇതാണ് പഴയ നിയമത്തിൽ ഞാൻ നിങ്ങളും കാണുന്ന സൂചകങ്ങൾ. ഇവിടെ നിന്ന് നമ്മൾ അടുത്തതായിട്ട് നോക്കുന്നത് ഈ സ്ലീബ ആരാധനയാണോ, വന്ദനമാണോ, അതോ വിഗ്രഹാരാധനയാണോ, എന്താണ് ഞാൻ നിങ്ങളും ചെയ്യുക? ചരിത്ര പശ്ചാത്തലത്തിൽ നിന്ന് പഴയ നിയമത്തിൽ എന്താണ് ക്രൂശിന് കാണുന്ന സൂചകങ്ങൾ? പുതിയ നിയമത്തിൽ ക്രൂശിന്റെ പ്രാധാന്യം. പഴയ നിയമത്തിൽ കുരിശ് ഒരു ചിഹ്നമായി രൂപപ്പെട്ടു വരുന്നില്ല, അത് നമ്മൾ കണ്ടു. കാരണം അത് ഒളിഞ്ഞു കിടപ്പുണ്ട്, അതിന്റെ മർമ്മങ്ങൾ. പക്ഷെ അന്ന് അത് പ്രചാരത്തിലില്ല, എന്നതിന് പ്രാധാന്യവുമില്ല. ക്രിസ്തു മരിച്ചതിന് ശേഷമാണ് ക്രൂശും അതിന്റെ സന്ദേശവും കൂടുതലായി വ്യാപിപ്പിക്കാൻ തുടങ്ങിയത്. AD 313 ആകുമ്പോഴത്തേക്കും ഔദ്യോഗികമായ തലത്തിലേക്ക് ക്രൂശ് എത്തുന്നു. ഇപ്പൊ ഇവിടെ ഉണ്ടാകുന്ന ഒരു സംശയം, കുരിശു വര അല്ലെങ്കിൽ ഈ കുരിശു കുമ്പിടിൽ എന്നൊക്കെ പറയുന്നത് ഒരു ആരാധനയാണോ വന്ദനമാണോ എന്ന ചോദ്യം വരുമ്പോൾ ഈ രണ്ട് വാക്കുകളും വ്യത്യസ്തമാണെന്ന് ചിന്തിക്കണം. നമ്മുടെ മലയാളത്തിലുള്ള ഒരു പ്രശ്നം, എല്ലാത്തിനും നമ്മൾ ചില വാക്കുകൾ അങ്ങ് ഉപയോഗിക്കും. അതൊരു പ്രശ്നമാണ്. നമ്മൾക്ക് വിശദീകരിക്കുക, വിവരിക്കുക എന്നുള്ളതിനല്ല നമുക്ക് ഒരൊറ്റ അർത്ഥമേ ഉള്ളൂ. നമ്മുടെ മനസ്സിൽ പെട്ടെന്ന് തോന്നുന്നത് ഒറ്റ അർത്ഥമാണ്. വിശദീകരിക്കുക എന്ന് പറയുന്നതും വിവരിക്കുക എന്ന് പറയുന്നതും ഒന്നാണോ രണ്ടാണോ? കുട്ടികളുടെ പരീക്ഷയ്ക്ക് ചോദിക്കുന്നതാണ്. ഒരു പുറത്തിൽ കുറയാതെ വിവരിക്കുക. അടുത്ത ചോദ്യം, ഒരു പുറത്തിൽ കുറയാതെ വിവരിക്കുക, വിശദീകരിക്കുക. നിങ്ങൾ പരുമലപ്പള്ളിയിൽ പോയി, ഒരു പുറത്തിൽ കുറയാതെ വിവരിക്കുക. രണ്ടാമത്തെ ചോദ്യം, പരുമലപ്പള്ളിയിൽ നിങ്ങൾ പോയി ഒരു പുറത്തിൽ കുറയാതെ വിശദീകരിക്കുക. ചോദ്യം കണ്ട് അന്താളിച്ചിരിക്കുക. ഇത് രണ്ടും ഒരു ചോദ്യമല്ലേ? ചോദ്യം ഇട്ട ആൾക്ക് തെറ്റിപ്പോയി. വിവരിക്കുക എന്ന് പറഞ്ഞാൽ നിങ്ങൾ ഇവിടെ വന്നു, ധ്യാനം കൂടി, കണ്ടു, ഒരച്ഛൻ പ്രസംഗിച്ചു, ക്ലാസ് എടുത്തു, എന്തൊക്കെയോ പറഞ്ഞു, എന്തൊക്കെയോ കുത്തിക്കുറിച്ചു, എന്തൊക്കെയോ കണ്ടു, തിരിച്ചുപോയി. ഇതിന് വലിയ അഗാധമായ കാര്യങ്ങളൊന്നും വേണ്ട. നിങ്ങളതിനെ വിശദീകരിക്കുമ്പോൾ നിങ്ങളുടെ കാഴ്ചയിലൂടെ എന്തെല്ലാം കാര്യങ്ങളാണ് നിങ്ങൾ മനസ്സിലാക്കിയത്, എന്താണ് ഇവിടെ നടന്നത്, അതിൻ്റെ ഒരു വിശദീകരണം, വിവരിക്കുന്നതിനേക്കാൾ അപ്പുറമായ ഒരു പടി കൂടി മുന്നിൽ എനിക്കുണ്ടായ ഒരു അനുഭവ തലം കൂടി അതിലേക്ക് വരികയാണ്. അത് പരുമലപ്പള്ളി എന്താണെന്ന് പറയണം, പരുമലപ്പള്ളിയുടെ അകങ്ങളിൽ എങ്ങനെയായിരുന്നു, അതിൻ്റെ ആ ഉൾക്കാഴ്ച എങ്ങനെയായിരുന്നു. മറ്റൊന്ന് പറയുമ്പോൾ ഒരു പ്രോഗ്രാം ചാർട്ട് പോലെയുള്ളൂ. ഞാൻ ഇത്ര മണിക്ക് അവിടെ ഇറങ്ങി, ബസ് ഇറങ്ങി, ഇത്ര മണിക്ക് അവിടെ ചെന്നു, ഇത്ര മണിയായപ്പോൾ അച്ഛൻ വന്നു, ഇത്ര മണിയായപ്പോൾ ആള് വന്നു, ഇത്ര പേരൊക്കെ ഉണ്ടായിരുന്നു, ഇന്ന കാര്യങ്ങളൊക്കെ നടന്നു, തീർന്നു. ഇതാണ് വിവരണം. അതിന്റെ വിശദീകരണം എന്ന് പറയുന്നത് നിങ്ങൾ അതിന് കൊടുക്കുന്ന ഏത് തലത്തിൽ നിങ്ങൾ അതിനെ കാണുന്നു, എന്തൊക്കെ കാര്യങ്ങൾ അവിടെ അടങ്ങിയിരിക്കുന്നു, നിങ്ങൾ കുറച്ചുകൂടെ കുറെ കാര്യങ്ങൾ പറയാനായിട്ടുണ്ട്. ഇതേപോലെ നമുക്ക് തെറ്റിദ്ധരിക്കപ്പെടുന്ന രണ്ട് വാക്കുകളാണ് ആരാധനയും വന്ദനവും. നമ്മൾ മധ്യസ്ഥന്മാരോട് അപേക്ഷിക്കുകയാണോ പ്രാർത്ഥിക്കുകയാണോ എന്ന് ചോദിക്കുന്ന പോലെയാണ്. പ്രാർത്ഥനയും അപേക്ഷയും രണ്ടും രണ്ടാണ് എന്ന് നമ്മൾക്കറിയാം. അതേപോലെ തന്നെ പഴയ നിയമത്തിൽ
ഈ വാക്കുകൾ എങ്ങനെ ഉപയോഗിച്ചിരിക്കുന്നത്, എന്ത് വാക്കുകളാണ് ആരാധനയ്ക്ക് അല്ലെങ്കിൽ വന്ദനം എന്നതിന് ഉപയോഗിക്കുന്നത്, പുതിയ നിയമത്തിൽ എന്തൊക്കെ വാക്കുകളാണ് ഉപയോഗിക്കുന്നത്, അതുകൂടെ നമ്മൾ മനസ്സിലാക്കിയാൽ കൂടുതലായി നമ്മളുടെ സഭ പഠിപ്പിക്കുന്നത് ശരിയാണോ തെറ്റാണോ എന്ന് നമുക്ക് പറയാൻ പറ്റും. നമ്മൾ ശരിയാണെന്നും പറഞ്ഞല്ല ഇത് തുടങ്ങിയേക്കുന്നത് കേട്ടോ. ശരിയാണോ തെറ്റാണോ എന്ന് നോക്കാൻ പോവുകയാണ്. നമ്മൾ കണ്ടുവരുന്ന കാര്യങ്ങളെല്ലാം സഭ പഠിപ്പിക്കുന്നത് ശരിയാണെന്ന് ഇതുവരെ എത്തിയിട്ടില്ല. നമ്മളതിന് നോക്കാൻ പോവുകയാണ്. ഇവിടെ വന്ദിക്കുക, ആരാധന എന്ന് പറയുന്ന വാക്കിന് സാധാരണ നമ്മൾ ഇംഗ്ലീഷിൽ ഉപയോഗിക്കുന്നത് ഏത് വാക്കാണ്? വർഷിപ്പ് എന്നുള്ള വാക്കാണ് ഉപയോഗിക്കുന്നത്. സർവീസ് എന്ന് ഉപയോഗിക്കാറുണ്ട്, യഥാർത്ഥത്തിൽ അതാണ്. പക്ഷെ നമ്മൾ ഉപയോഗിക്കുന്നത് വർഷിപ്പ് എന്ന വാക്കാണ് പൊതുവെ. അതിന്റെ ഇംഗ്ലീഷ് വിശദീകരണം അല്ലെങ്കിൽ അതിന്റെ വാക്കിന്റെ മീനിങ് ഇങ്ങനെയാണ്: ട്രീറ്റ് സംബഡി ഓർ സംതിങ് ആസ് ഡിവൈൻ. ട്രീറ്റ് സംതിങ് ഓർ സംബഡി ആസ് ഡിവൈൻ. എന്തിനെങ്കിലും ദൈവമായോ ദൈവികമായോ കണ്ട് അതിനോട് ഇടപെടുന്നതിനാണ് ആരാധന എന്ന് പറയുന്നത്. കുരിശിനെ അങ്ങനെയാണോ നമ്മൾ കാണുന്നത്? നിങ്ങളോട് തന്നെ ചോദിക്കുക, അതവിടെ നിൽക്കുക, നാം അതിലേക്ക് വരികയാണ്. സഭ പഠിപ്പിക്കുന്നത് മേളിൽ ആകാശത്തിലും തഴഭൂമിയിലും എല്ലാം സർവചരാചരങ്ങൾക്കും ഉടയവനായ ഒരുവൻ മാത്രമേ ഉള്ളൂ. ആരാണ്? ദൈവം. അവനെ മാത്രമേ ആരാധിക്കാവൂ എന്നാണ് നാം പഠിപ്പിക്കുന്നത്. അവനെ മാത്രമേ ആരാധിക്കാവൂ. ആരാധന, വർഷിപ്പ്, ദൈവമായി നമ്മൾ കാണുന്നത് പിതൃ പുത്ര പരിശുദ്ധ റൂഹായാകുന്ന ദൈവമാണ്. വന്ദിക്കുക എന്ന വാക്കിന് ഇംഗ്ലീഷിൽ ഉപയോഗിക്കുന്ന വാക്ക് വെനറേറ്റ് അല്ലെങ്കിൽ വെനറേഷൻ എന്നുള്ളതാണ്. വെനറേഷൻ, വർഷിപ്പും വെനറേഷൻ രണ്ടാണ്. വെനറേഷൻ എന്ന് പറഞ്ഞാൽ ഫീലിംഗ് ഓഫ് റെസ്പെക്ട്, എക്സ്പ്രസിങ് റെസ്പെക്ട്. നമ്മുടെ പഴയ കാലങ്ങൾ മുതലുള്ള ഒരു ശീലമാണ്. മൂത്തവരെ കാണുമ്പോൾ കാല് തൊട്ട് ആരാധിക്കുകയാണോ? അങ്ങനെയാണോ? കാലെ തൊട്ട് തൊഴും, അങ്ങനെയാണ് മലയാള ഭാഷയിൽ പറയുന്നത്. കാലെ തൊട്ട് തൊഴുക. നമ്മൾ ഇച്ചിരൂടെ പറയുമ്പോൾ കാല് തൊട്ട് വന്ദിക്കുക. കല്യാണ ദിവസം ഉള്ള വീട്ടുകാരുടെ എല്ലാം കാല് തൊട്ട് അല്ലേ, ഗുരുവിന്റെ കാലിലും മാത്രം തൊട്ടാൽ മതി എന്നുള്ളതാണ് അനുശാസന. മാതാപിതാക്കളുടെയും ആകാം, പക്ഷെ എല്ലാവരുടെയും കാലെ തൊട്ട് വന്ദിക്കും. നമ്മുടെ ഒരു ബഹുമാന സൂചകമാണ്. പ്രത്യേകിച്ച് ഗുരുക്കന്മാരുടെ കാല് തൊട്ട് വന്ദിക്കും. അത് ആരാധനയാണോ? അല്ല, അവിടെ നമ്മൾ ഉപയോഗിക്കുന്നുണ്ടാവും വന്ദിക്കുക, തൊഴുക എന്നുള്ളതാണ്. അപ്പൊ തൊഴുക എന്ന് പറയുന്ന കാര്യം കൂടെ ഓർക്കണം. നാം തൊഴുക എന്ന് പറയുമ്പോൾ പതുക്കെ മുൻപോട്ട് നടു വളച്ച് നിൽക്കുന്നതിനാണ് തൊഴുന്നത് അല്ലേ. ക്ഷേത്രങ്ങളിൽ തൊഴാൻ പോകുന്നു എന്ന് പറയുമ്പോൾ അവർ കുമ്പിടുവല്ല. തൊഴുക എന്ന് പറയുന്നത് അങ്ങനെയാണ്. വന്ദനം എന്ന് പറയുന്നത് എങ്ങനെയാണ്? നമ്മൾ ഒരാളെ ഗ്രീറ്റ് ചെയ്യുമ്പോൾ നേരെ നിന്ന് ഇങ്ങനെ ഷെയ്ക്കാണ്ട് കൊടുക്കണം എന്നല്ല പഠിപ്പിക്കുന്നത്. കൊടുക്കുമ്പോൾ മുൻപോട്ട് നമ്മളുടെ ഒരു റെസ്പെക്ട്, നമ്മൾ അദ്ദേഹത്തിന് കൊടുക്കുന്ന റെസ്പെക്ട്, ഇത് ഓർത്തിരിക്കുക. ഇനി പഴയ നിയമത്തിൽ ഏതൊക്കെ വാക്കാണ് ഉപയോഗിക്കുന്നത്? ഇതെന്തെങ്കിലും വ്യത്യാസമുണ്ടോ? എങ്ങനെയാണ് ഇത് പെട്ടെന്ന് നമ്മൾ ആ ഭാഗങ്ങളിലേക്ക് പോവുകയാണ്. ഷഹ എന്ന് പറയുന്ന വാക്കാണ്. ഷഹ എഴുതുമ്പോ ഹ ഹ എന്ന് പറയുമെങ്കിലും ഉച്ചരിക്കുമ്പോ ഷഹ എന്ന് പറയുന്ന ഒരു വാക്കാണ് ഉപയോഗിക്കുന്നത്. അത് പഴയ നിയമത്തിൽ ഒരു പ്രശ്നം, മലയാളികളെക്കാളും കഷ്ടമാണ്. എബ്രായ ഭാഷയിൽ ഒരേ വാക്ക് തന്നെ പല അർത്ഥത്തിൽ ഉപയോഗിക്കും. കാരണം എബ്രായ ഭാഷയിൽ വളരെ കുറച്ച് വാക്കുകളേ ഉള്ളൂ, കുറച്ച് അക്ഷരങ്ങളുമേ ഉള്ളൂ, കുറച്ച് വാക്കുകളേയും ഉള്ളൂ. മലയാള ഭാഷയ്ക്ക് ഒത്തിരി അക്ഷരങ്ങളുമുണ്ട്, ഒത്തിരി വാക്കുകളുമുണ്ട്. പക്ഷെ നമ്മൾ എല്ലാത്തിനും കൂടെ ചില വാക്കുകൾ മാത്രമേ ഉപയോഗിക്കൂ. ഇതുകൊണ്ടാണ് ഈ പ്രശ്നം ഉണ്ടാകുന്നത്. ഷഹ എന്ന വാക്ക് യഥാർത്ഥത്തിൽ പറയുന്നത് ടു ഡിപ്രസ് എന്നാണ് അതിന്റെ റൂട്ട് മീനിങ്. താന്നു പോകുക, നിരാശയിലേക്ക് ആഴുക, താന്നു പോകുക എന്നുള്ളതാണ് അതിന്റെ ഒരു അർത്ഥം. പ്രോസ്ട്രേറ്റ്, അത് ദൈവത്തിന് കൊടുക്കുമ്പോൾ ആ രീതിയിലും
ബൗ എന്ന് പറയുന്ന വർഷിപ്പ് എന്ന രീതിയിലും അതിനെ ഉപയോഗിക്കുന്നുണ്ട്. പുറപ്പാട് പുസ്തകം 11-ാം അധ്യായം 8-ാം വാക്യത്തിൽ, പുറപ്പാട് പുസ്തകം 12-ാം അധ്യായം 27-ാം വാക്യം, സങ്കീർത്തനം 22-ാം അധ്യായം 28-ാം വാക്യം, ഈ 3 ഭാഗങ്ങളിൽ പ്രധാനമായി നമ്മൾ നോക്കുന്ന സൂചകത്തിനായിട്ട് പറയുന്നു എന്ന് മാത്രമേ ഉള്ളൂ. പുറപ്പാട് പുസ്തകം 11-ാം അധ്യായം 8-ാം വാക്യത്തിലും പുറപ്പാട് പുസ്തകം 12-ാം അധ്യായം 27-ാം വാക്യത്തിലും സങ്കീർത്തനങ്ങൾ 22-ന്റെ 28-ലും ഈ വാക്ക് ഉപയോഗിക്കുന്നുണ്ട്. ഇവിടെ പുറപ്പാട് പുസ്തകം 12-ാം അധ്യായം 27-ാം വാക്യത്തിൽ, ഈ കർമ്മം എന്തെന്ന് നിങ്ങളുടെ മക്കൾ നിങ്ങളോട് ചോദിക്കുമ്പോൾ, മിസ്രൈമ്യരെ ദണ്ഡിപ്പിക്കുമ്പോൾ മിസ്രൈമിലായിരുന്ന ഇസ്രായേൽ മക്കളുടെ വീടുകളെ ഒഴിഞ്ഞു മാറി നമ്മുടെ വീടുകളെ രക്ഷിച്ച യഹോവയുടെ പെസഹായാഗം ആകുന്നു ഇതെന്ന് നിങ്ങൾ പറയണം. അപ്പോൾ ജനം കുമ്പിട്ട് നമസ്കരിച്ചു. ആരെ നമസ്കരിക്കുന്നതിന്റെ സൂചകമാണ്? യഹോവ മുൻനിർത്തിയുള്ള കാര്യമാണ്. അപ്പം ദൈവത്തെ നമസ്കരിക്കുന്നതിന് ഈ വാക്ക് ഉപയോഗിക്കുന്നു. ഇതേ വാക്ക് തന്നെയാണ് ചിലപ്പോൾ ഒരു സാധാരണ മനുഷ്യർ തമ്മിൽ കാണുമ്പോൾ നമസ്കരിക്കുന്നു എന്ന് പറയാനും ഉപയോഗിക്കുന്നത്. പുറപ്പാട് പുസ്തകം 11-ാം അധ്യായം 8-ാം വാക്യത്തിൽ, അപ്പോൾ നിന്റെ സകല ഭൃത്യന്മാരും എന്റെ അടുക്കൽ വന്ന നീയും നിന്റെ കീഴിൽ ഇരിക്കുന്ന സർവ്വജനവും കൂടെ പുറപ്പെടുക എന്ന് പറഞ്ഞ് എന്നെ നമസ്കരിക്കും. അപ്പോൾ എന്നെ നമസ്കരിക്കും. ഇങ്ങനെ സങ്കീർത്തനങ്ങൾ 22-ാം അധ്യായം 28-ാം വാക്യം, അവിടെ പറയുന്നു, ഭൂമിയിൽ പുഷ്ടിയുള്ളവരൊക്കെയും ഭക്ഷിച്ചാരാധിക്കും, പൊടിയിലേക്ക് ഇറങ്ങുന്നവരെല്ലാം അവന്റെ മുമ്പിൽ കുമ്പിടും. ദാവീദ് രാജാവ് പ്രിയ സ്നേഹിതനായ യോനാഥാനെ കാണാൻ പോകുമ്പോഴും വണങ്ങി നമസ്കരിച്ചു എന്ന് പറയുമ്പോഴും ഇതേ വാക്കാണ് ഉപയോഗിക്കുന്നത്, ഒരേ പദം. ഈ ഒരു പദം തന്നെ ദൈവത്തെ ആരാധിക്കുന്നതിനും മനുഷ്യന്റെ മുമ്പിൽ നമസ്കരിച്ചു കുമ്പിടുന്നതിനും ഉപയോഗിക്കുന്നുണ്ട്. പഴയ നിയമത്തിൽ മറ്റൊരു വാക്ക് പഴയ നിയമത്തിൽ ആരാധനയുമായി ചേർത്ത് ഉപയോഗിക്കുന്നത് ഖാദദ് എന്ന വാക്കാണ്. ഖാദദ് എന്ന വാക്ക് ഉൽപ്പത്തി പുസ്തകം 43-ാം അധ്യായം 28-ാം വാക്യത്തിൽ, ഉൽപ്പത്തി പുസ്തകം 43-ാം അധ്യായം 28-ാം വാക്യത്തിൽ, അവിടെ അതിന് അവർ ഞങ്ങളുടെ അപ്പനായ നിന്റെ അടിയാന് സുഖം തന്നെ, അവൻ ജീവനോടിരിക്കുന്നു എന്ന് ഉത്തരം പറഞ്ഞ കുനിഞ്ഞ് നമസ്കരിച്ചു. ഖാദദ് എന്ന വാക്കാണ്, കുനിഞ്ഞ് നമസ്കരിച്ചു. ഇവിടെ കുനിഞ്ഞു നമസ്കരിച്ചു എന്നുള്ളത് ഷാഹഹ് എന്ന വാക്കും ഖാദദ് എന്ന വാക്കും എബ്രായയിലുണ്ട്. നമ്മൾ മലയാളത്തിൽ വായിക്കുമ്പോൾ നമുക്ക് ഒന്നായിട്ട് തോന്നും, കുനിയുന്നു നമസ്കരിക്കുന്നു, 2 വാക്കുകളാണ്, 2 വെർബാണ്. എന്നാൽ മലയാളത്തിൽ വായിക്കുമ്പോൾ ഇത് ഒറ്റയായിട്ട് പലപ്പോഴും തോന്നിപ്പോവുകയാണ്. ഇതേ വാക്ക് സങ്കീർത്തനം 72-ാം സങ്കീർത്തനം 9-ാം വാക്യത്തിൽ, മരുഭൂമിയിൽ വസിക്കുന്നവർ അവന്റെ മുമ്പിൽ വണങ്ങട്ടെ. 72-ാം സങ്കീർത്തനം 9-ാം വാക്യം, അവിടെ രാജാവിനെ പറ്റിയാ പറയുന്നത്. ഇസ്രായേലിലെ രാജാവിന്റെ മുമ്പിൽ, ദൈവമേ രാജാവിന് നിന്റെ ന്യായവും രാജകുമാരന് നിന്റെ നീതിയും നൽകണമേ എന്ന് പറഞ്ഞിട്ട് പറയുകയാണ്, മരുഭൂമിയിൽ വസിക്കുന്നവർ അവന്റെ മുമ്പിൽ നമസ്കരിക്കട്ടെ, അവന്റെ മുമ്പിൽ വണങ്ങട്ടെ. ദൈവത്തിനെ ആരാധിക്കാനായിട്ട് ഉപയോഗിക്കുന്ന അതേ വാക്ക് തന്നെയാണ് എബ്രായ ഭാഷയിൽ ഉപയോഗിക്കുന്നത്, മനുഷ്യനെ വണങ്ങാൻ, രാജാവിനെ വണങ്ങാൻ. മറ്റൊരു വാക്ക് കാറ എന്ന് പറയുന്ന ഒരു വാക്കാണ്. കാറ എന്ന് പറയുന്ന വാക്കും ബൗ ഡൗൺ എന്നാണ്, വന്ദിക്കുക എന്നാണ്. 1 ദിനവൃത്താന്തം 7-ാം അധ്യായം 3-ാം വാക്യം. 1 ദിനവൃത്താന്തം 7-ാം അധ്യായം 3-ാം വാക്യം. ഇതെല്ലാം മലയാളത്തിൽ എഴുതുമ്പോൾ കുനിഞ്ഞു നമസ്കരിച്ചു, വീണു നമസ്കരിച്ചു, സാഷ്ടാംഗം വീണു, ആരാധിച്ചു, ഇങ്ങനെയൊക്കെയാണ് ഉപയോഗിക്കുന്നത്. നമുക്ക് അത് മലയാളത്തിൽ വായിക്കുമ്പോൾ ഏതാണ് അതിന്റെ യഥാർത്ഥ വാക്കെന്ന് തിരിച്ചറിയാൻ പറ്റുന്നില്ല. ദൈവത്തെ ആരാധിക്കുമ്പോഴും മനുഷ്യനെ ആരാധിക്കുമ്പോഴും ഈ വാക്കുകൾ, ഒരേ വാക്ക് തന്നെ മാറി മാറി ഉപയോഗിക്കുന്നത്. നമ്മൾ മധ്യസ്ഥന്മാരോട് പ്രാർത്ഥിക്കണം എന്ന് പറയും, ചിലപ്പോൾ അപേക്ഷിക്കണമെന്ന് പറയും, ചില സമയത്ത് പ്രാർത്ഥിക്കണമെന്ന് പറയും. ഇത് രണ്ടും നമ്മുടെ മനസ്സിലുണ്ട്. അവരോടല്ല നമ്മൾ പ്രാർത്ഥിക്കുന്നത്, നമ്മൾ അവരോട് അപേക്ഷിക്കുകയാണ്.
പക്ഷെ എബ്രായ ഭാഷയിൽ ഒരേ വാക്ക് തന്നെ ആരാധിക്കുന്നതിനും കുമ്പിട്ട് നമസ്കരിക്കുന്നതിനും ഉപയോഗിക്കുന്നു. ആ വാക്ക് ദൈവത്തിന് കൊടുക്കുന്ന ആരാധനയ്ക്കും മനുഷ്യനെ കുമ്പിട്ട് വണങ്ങുന്നതിനും മനുഷ്യനെ നമസ്കരിക്കുന്നതിനും ഒരേ വാക്കാണ്. ഇതിനർത്ഥം മനുഷ്യനെ കുമ്പിട്ട് യോസഫിന്റെ മുമ്പിൽ അവന്റെ സഹോദരന്മാർ കുമ്പിട്ടു എന്ന് വായിച്ചു. അതിനർത്ഥം യോസഫ് ദൈവമാണെന്നാണോ? നിങ്ങൾ തന്നെ ചിന്തിക്കണം. ഞാൻ പറഞ്ഞു കുമ്പിട്ട് നമസ്കരിച്ചു എന്ന അതേ വാചകം തന്നെയാണ് ദൈവത്തെ ആരാധിക്കാനായിട്ട് എബ്രായ ഭാഷയിൽ ഉപയോഗിക്കുന്ന ഒരു വാക്ക്. ആ വാക്ക് തന്നെയാണ് യോസഫിന്റെ മുമ്പിൽ അവന്റെ സഹോദരങ്ങൾ കുമ്പിട്ടു എന്ന് പറയുന്നത്. അങ്ങനെയെങ്കിൽ ചോദ്യം, ദൈവത്തെ ആരാധിക്കുന്നത് പോലെ തന്നെയാണോ യോസഫിനെ ആരാധിച്ചത്? അപ്പോൾ അതെന്താണ്? വിഗ്രഹാരാധനയായി മാറില്ലേ? മനസ്സിലിരിക്കുക. എനിക്ക് പറയാനായിട്ടുള്ളത് ഇത് രണ്ടും സാഹചര്യങ്ങൾക്കനുസരിച്ചാണ്. അതിലേക്ക് വരുന്നതിന് മുമ്പ് ഗ്രീക്ക് ഭാഷയിലൂടെ, പ്രത്യേകിച്ച് പുതിയ നിയമത്തിൽ എങ്ങനെയാണ് ഇത് ഉപയോഗിച്ചിരിക്കുന്നത്? പഴയ നിയമത്തിൽ നമ്മൾ കണ്ടു ഈ വാക്ക് ദൈവത്തിന് കൊടുക്കുന്ന ആരാധനയ്ക്കും മനുഷ്യന് കൊടുക്കുന്ന ബഹുമാനത്തിനും വണക്കത്തിനും ഒരേ വാക്ക് തന്നെ മാറി മാറി ഉപയോഗിക്കുന്നു. സന്ദർഭം നമ്മൾ മനസ്സിലാക്കണം എന്ന് മാത്രം. പുതിയ നിയമത്തിൽ പ്രോസ്ക്യൂനിയോ എന്ന വാക്കാണ് ഉപയോഗിക്കുന്നത്. പ്രോസ്ക്യൂനിയോ, അതിന് ചുംബിക്കുക എന്നർത്ഥമാണ് പ്രധാനമായിട്ട് വരുന്നത്. എങ്കിലും prostrate oneself in homage to worship. Prostrate oneself in homage to worship. Prostration എന്ന് പറഞ്ഞാൽ സാഷ്ടാംഗം വീഴുക, ആരാധനയ്ക്ക് വേണ്ടി സാഷ്ടാംഗം വീഴുക എന്ന അർത്ഥത്തിൽ ഉപയോഗിക്കുന്ന വാക്കാണ് പ്രോസ്ക്യൂനിയോ. ഈ ഒരു വാക്ക് 60 പ്രാവശ്യം പുതിയ നിയമത്തിൽ ഉപയോഗിക്കുന്നുണ്ട്. പുതിയ നിയമത്തിൽ 60 പ്രാവശ്യം 54 വാക്യങ്ങളിലായി 60 പ്രാവശ്യം ഈ വാക്ക് ഉപയോഗിക്കുന്നുണ്ട്. 60 പ്രാവശ്യം ഈ വാക്ക് ഉപയോഗിക്കുമ്പോഴും പുതിയ നിയമത്തിലെ പ്രത്യേകത, ദൈവത്തിന് കൊടുക്കുന്ന ആരാധനയ്ക്ക് മാത്രം ഈ വാക്ക് ഉപയോഗിച്ചിട്ടുള്ളൂ. എന്താണ് പുതിയ നിയമത്തിന്റെ പ്രത്യേകത? ഈ വാക്ക് ദൈവത്തിന് കൊടുക്കുന്ന ആരാധനയ്ക്ക് മാത്രം ഈ വാക്ക് ഉപയോഗിച്ചിട്ടുള്ളൂ. മനുഷ്യന് മുമ്പിൽ കുമ്പിടുന്നതിന് വേണ്ടിയിട്ട് ഈ വാക്ക് ഉപയോഗിക്കാം, പക്ഷെ ഈ വാക്ക് ഉപയോഗിച്ചിട്ടില്ല. എന്താണ് വ്യത്യാസം? പഴയ നിയമത്തിൽ അങ്ങനെയല്ല. പഴയ നിയമത്തിൽ യഹോവയ്ക്ക് കൊടുക്കുന്ന ആരാധനയ്ക്ക് കൊടുക്കുന്ന അതേ വാക്ക് തന്നെയാണ് അവർ പലപ്പോഴും യോസഫ് നമസ്കരിക്കുമ്പോഴും ദാവീദ് നമസ്കരിക്കുമ്പോഴും ഒക്കെ കൂട്ടുകാരുടെ മുമ്പിൽ, സഹോദരന്റെ മുമ്പിൽ നമസ്കരിക്കുമ്പോൾ കൊടുക്കുന്നത്. പ്രോസ്ക്യൂനിയോ എന്ന വാക്ക് പ്രധാനമായും ആരാധനയ്ക്ക് വേണ്ടി സാഷ്ടാംഗം വീഴുക എന്ന അർത്ഥത്തിലാണ്. മറ്റൊരു വാക്ക് പിപ്റ്റോ എന്നൊരു വാക്കാണ്. പിപ്റ്റോ, അത് താഴെ വീഴുക എന്നാണ് അതിന്റെ പ്രധാന അർത്ഥം. എങ്കിലും ആരാധനയ്ക്ക് വേണ്ടി കുമ്പിടുക എന്ന അർത്ഥത്തിലും അത് ഉപയോഗിക്കുന്നുണ്ട്. എന്നാൽ മറ്റൊരാളെ വണങ്ങുക, കുമ്പിടുക എന്ന അർത്ഥത്തിൽ ഉപയോഗിക്കുകയും അതേസമയം ആരാധനയോട് ചേർന്ന അർത്ഥത്തിൽ കുമ്പിടുന്നു എന്ന അർത്ഥത്തിൽ ഉപയോഗിക്കുന്ന മറ്റു ചില വാക്കുകളാണ് ഗോനുപ്റ്റോ. മത്തായി സുവിശേഷം 27-ാം അധ്യായം 29-ാം വാക്യത്തിൽ ഇത് കാണാം. ഗോനുപ്റ്റോ, കെയ്മായി, കാംറ്റോ തുടങ്ങിയ വാക്കുകൾ. റോമാലേഖനം 11-ാം അധ്യായം 4-ാം വാക്യത്തിൽ കാംറ്റോ എന്ന വാക്കുണ്ട്. ഇതൊക്കെ ബൗ ഡൗൺ, ബൗ എന്ന അർത്ഥത്തിലാണ് ഉപയോഗിക്കുന്നത്. നീലിംഗ് എന്ന അർത്ഥത്തിലാണ് ഉപയോഗിക്കുന്നത്. ഇത് ആരാധനയോട് ചേർന്നുള്ളതുകൊണ്ട് മനുഷ്യനോടുള്ള ആരാധനയ്ക്കുമുണ്ട്. പക്ഷെ പ്രോസ്ക്യൂനിയോ എന്ന വാക്ക് മാത്രം ദൈവത്തിന് കൊടുക്കുന്ന ആരാധനയ്ക്ക് മാത്രം ഉപയോഗിച്ചിട്ടുള്ളൂ. ഇതിൽ നിന്ന് ഗ്രീക്കിലേക്ക് വരുമ്പോൾ ഞാൻ നിങ്ങൾ മനസ്സിലാക്കുന്നത്, മറ്റു വാക്കുകളൊക്കെ ദൈവത്തിന് കൊടുക്കുന്ന ആരാധനയ്ക്കും മനുഷ്യർ കൊടുക്കുന്ന ആരാധനയ്ക്ക് ഉപയോഗിക്കുന്നുണ്ടെങ്കിലും പുതിയ നിയമത്തിൽ പ്രോസ്ക്യൂനിയോ എന്ന വാക്ക് മാത്രമാണ് ദൈവത്തെ ആരാധിക്കുക എന്ന അർത്ഥത്തിൽ, ദൈവത്തിന് മുമ്പിൽ കുമ്പിടുക എന്ന അർത്ഥത്തിൽ മാത്രമേ ഉപയോഗിച്ചിട്ടുള്ളൂ. എന്നാൽ മറ്റു വാക്കുകൾ കുമ്പിടുക അല്ലെങ്കിൽ അവരുടെ മുമ്പിൽ സാഷ്ടാംഗം വീഴുക എന്ന വാക്ക് ദൈവത്തെ ആരാധിക്കുന്ന പശ്ചാത്തലത്തിൽ ഉപയോഗിക്കുന്നുണ്ട്, മനുഷ്യരുടെ ബഹുമാന സൂചകമായി ഉള്ള പശ്ചാത്തലത്തിലും ഉപയോഗിക്കുന്നുണ്ട്. ഇത് നമ്മൾ പ്രത്യേകമായിട്ട് ശ്രദ്ധിക്കണം. ഇതാണ് ആരാധനയ്ക്ക് ഞാൻ നിങ്ങൾ ഉപയോഗിക്കുന്ന വാക്ക് എന്ന് പറയുന്നത്. പ്രോസ്ക്യൂനിയോ എന്ന വാക്കാണ് പുതിയ നിയമത്തിൽ. അതാണ് വർഷിപ്പ്. ദൈവത്തെ അല്ലാതെ വേറെ ആരെയും ആരാധിക്കുന്നില്ല. എന്നാൽ കുമ്പിടുക എന്ന അർത്ഥത്തിൽ ദൈവത്തിന് മുമ്പിലും കുമ്പിടും, മറ്റുള്ളവരുടെ മുമ്പിലും സർവസൃഷ്ടിയും മുമ്പാകെ വണങ്ങുന്ന, തല വണങ്ങുന്ന, മുട്ടുമടക്കുന്ന അവസ്ഥ, അത്
ബഹുമാന സൂചകമാണ്. അവർ ദൈവമാണ് എന്ന അർത്ഥത്തിലല്ല അത്. യോസഫിനെ കാണാൻ യോസഫിന്റെ സഹോദരന്മാർ വന്നപ്പോൾ യോസഫിന് മുമ്പിൽ അവർ എല്ലാവരും കുമ്പിട്ട് നമസ്കരിച്ചു എന്നാണ് എഴുതിയിരിക്കുന്നത്. കുമ്പിട്ടു നമസ്കരിച്ചു. ഈ കുമ്പിട്ടു നമസ്കരിച്ചു എന്ന വാക്ക് ദൈവത്തെ ആരാധിക്കാനായിട്ടും പഴയ നിയമത്തിൽ ഉപയോഗിക്കുന്നു. അതുകൊണ്ട് അതിന്റെ അർത്ഥം യോസഫിന്റെ സഹോദരന്മാർ വിഗ്രഹാരാധന ചെയ്തു എന്നാണോ? അല്ല. അപ്പോൾ വിഗ്രഹാരാധന എന്ന് പറയുന്നതും ബഹുമാനം കൊടുക്കുന്നതും തമ്മിൽ വ്യത്യാസമുണ്ട്. സൃഷ്ടിയിലുള്ള എന്തിനെയെങ്കിലും സൃഷ്ടാവായി കരുതി ആരാധിക്കുന്നതാണ് വിഗ്രഹാരാധന. സൃഷ്ടിയിലുള്ള എന്തിനെയെങ്കിലും സൃഷ്ടാവായി ദൈവമായി കരുതി ആരാധിക്കുന്നതാണ് വിഗ്രഹ ആരാധന. ഇത് നിങ്ങൾ മറന്നു പോകരുത്. പലപ്പോഴും നമ്മൾ മറന്നു പോകുന്ന ഒരു സംഗതിയാണ് ഈ കാര്യം. AD 211 ജീവിച്ചിരുന്ന, ആ കാലഘട്ടങ്ങളിൽ ജീവിച്ചിരുന്ന തെർത്തുല്യൻ എന്ന പിതാവ് അദ്ദേഹത്തിന്റെ പുസ്തകത്തിൽ ഡേ കൊറോണ മിലിറ്റസ്, അദ്ദേഹം ലാറ്റിനിലാണ് അത് എഴുതിയിരിക്കുന്നത്, ഡേ കൊറോണ മിലിറ്റസ്. പുസ്തകത്തിൽ അദ്ദേഹം സൂചിപ്പിക്കുന്നുണ്ട്, നമ്മുടെ എല്ലാ യാത്രകളിലും തുടങ്ങുന്നതിന് മുമ്പ് കുരിശ് വരയ്ക്കണം. കുരിശിന് സമയം ഇത്ര പ്രാധാന്യം നൽകുമ്പോൾ അതിന്റെ പശ്ചാത്തലങ്ങളിലൂടെയാണ് നമ്മൾ കടന്നു വന്നത്. വിഗ്രഹാരാധനയാണോ ശരിക്കുള്ള ആരാധനയാണോ എന്ന തലത്തിലേക്ക് നമ്മൾ കുറെ കൂടി ആഴമായി പരിശോധിക്കാൻ പോവുകയാണ്. യെരുശലേമിലെ കൂറിലോസ് സെന്റ് സിറിൽ ഓഫ് ജെറുസലേം എന്ന് പറയുന്ന പിതാവ് AD 315 386 കാലഘട്ടങ്ങളിൽ, AD 315 386 കാലഘട്ടങ്ങളിൽ അദ്ദേഹം പറയുന്നുണ്ട്, ഈ മാമോദിസയ്ക്ക് വേണ്ടി വരുന്ന ആളുകൾ ഉണ്ടല്ലോ, മാമോദിസ ആ കാലഘട്ടം, അവർക്ക് കൊടുക്കുന്ന ഒരു നിർദ്ദേശമാണ് ദിവസം മുഴുവൻ എന്ത് ചെയ്യണം? കുരിശ് വരച്ചുകൊണ്ടിരിക്കണം. ദിവസം മുഴുവൻ എന്ത് ചെയ്യണം? കുരിശ് വരച്ചുകൊണ്ടിരിക്കണം. ഇന്നങ്ങനെ പറഞ്ഞാലോ, ദിവസം മുഴുവൻ കുരിശ് വരച്ചുകൊണ്ടിരിക്കണം. അദ്ദേഹത്തിന്റെ വിശ്വാസ ഉദ്ബോധനങ്ങളുണ്ട്, വിശ്വാസ ഉദ്ബോധനങ്ങൾ. അതിനകത്ത് അദ്ദേഹം എഴുതിയിരിക്കുന്ന അതിന്റെ ഇംഗ്ലീഷ് ട്രാൻസ്ലേഷൻ ഞാനൊന്ന് വായിക്കാം. Let us not then be ashamed to confess the crucified. Be the cross our seal made with boldness, by our fingers on our brow, and in everything. ക്രൂശിതനെ പറ്റി പുകഴുവാൻ നിങ്ങൾ ലജ്ജിക്കരുത്. ആ കുരിശ് വളരെ കരുത്തോടുകൂടി ധീരതയോടുകൂടി നമ്മൾ അത് വരയ്ക്കണം. ആദ്യകാലങ്ങളിൽ കുരിശ് ഇങ്ങനെയാണ് വരച്ചുകൊണ്ടിരുന്നത് എന്നാണ് പറയുന്നത്. നെറ്റിയിലാണ് എന്തിട്ടത്? അടയാളം ഇട്ടത്. പലപ്പോഴും നമ്മൾ കണ്ടിട്ടുണ്ട് കത്തോലിക്കർ ഇങ്ങനെയാണ് കുരിശ് വരയ്ക്കുക. ഈ പിതാവ് വീണ്ടും സൂചിപ്പിക്കുന്നുണ്ട്, നമ്മൾ കഴിക്കുന്ന ഭക്ഷണം, ഓവർ ദ ബ്രെഡ് വി ഈറ്റ് ആൻഡ് ദ കപ്സ് വി ഡ്രിങ്ക്, in our coming in and goings out, before our sleep, when we lie down and when we awake, when we are in the way and when we are still. കഴിക്കുമ്പോഴും ആ ഭക്ഷണ സാധനങ്ങളിൽ, ആ കപ്പിൽ, ഉറങ്ങുമ്പോൾ, എഴുന്നേൽക്കുമ്പോൾ, യാത്രയുടെ തുടക്കത്തിൽ, യാത്ര അവസാനിക്കുമ്പോൾ, ഊണിലും ഉറക്കത്തിലും എല്ലാം എന്ത് ചെയ്യണമെന്നാണ് പഠിപ്പിക്കുന്നത്? കുരിശ് വരയ്ക്കണം. ചിലർക്ക് കുരിശിനെ കണ്ട ഭയങ്കര അലർജിയാണ്. ഇവിടെയാണ് പറയുന്നത് നിങ്ങൾ ലജ്ജിക്കരുതെന്ന്. ഇതിന് സെന്റ് ജോൺ ക്രിസോസ്റ്റം എന്ന് പറയുന്ന പിതാവും ഇതിനോട് ചേർന്ന, അദ്ദേഹം 4-ാം നൂറ്റാണ്ടിൽ തന്നെ ജീവിച്ചിരുന്ന മറ്റൊരു പിതാവാണ്. ക്രിസോസ്റ്റമോസ് എന്ന വാക്ക് അല്ലെങ്കിൽ ക്രിസോസ്റ്റം എന്ന വാക്ക് പല പിതാക്കന്മാർക്കുമുണ്ട്. സെന്റ് ജോൺ ക്രിസോസ്റ്റം എന്ന പിതാവ് ഉപയോഗിക്കുന്നത്, നെവർ ലീവ് ഹോം വിതൗട്ട് മേക്കിംഗ് ദ സൈൻ ഓഫ് ക്രോസ്. വീട് വിട്ട് പുറത്തേക്ക് പോകുമ്പോൾ കുരിശ് വരയ്ക്കാതെ വീട് വിട്ട് പുറത്തേക്ക് പോകരുത്. If you engrave it in your forehead, no impure spirit will dare to stand before you. No impure spirit will dare to stand before you. ഒരു ദുഷ്ടശക്തിയും നിങ്ങളുടെ മുമ്പിൽ നിൽക്കുവാൻ ധൈര്യപ്പെടുകയില്ല. നിങ്ങൾ എന്ത് ചെയ്താൽ? നിങ്ങളുടെ നെറ്റിയിൽ കുരിശ് വരച്ചാൽ.
കുരിശ് വരയ്ക്കാൻ നിങ്ങൾ താല്പര്യം കാണിച്ചാൽ, ആദിമ സഭയുടെ പിതാക്കന്മാരാണ് പറയുന്നത്. ഇതിൽ അത്തനാസ്യോസ് എന്ന് പറയുന്ന പിതാവ് ക്രോസ് ഓഫ് ക്രൈസ്റ്റ് എന്ന് പറയുന്ന ഒരു തിയോളജി തന്നെ രൂപപ്പെട്ട് എഴുതിയിട്ടുണ്ട്. അദ്ദേഹമാണ് ആദ്യമായിട്ട് 27 പുസ്തകങ്ങൾ ഉപയോഗിക്കണമെന്ന് കൽപ്പന കൊടുക്കുന്നത്. ഇവിടെ ചില കാര്യങ്ങളിലേക്ക് വീണ്ടും പഴയത് മറന്നുപോയെങ്കിൽ ഒന്ന് ഓർക്കുക. ഞാൻ പറഞ്ഞു, സഭയുടെ അടിസ്ഥാനത്തിലാണ് നമ്മൾ ബൈബിളിനെ കാണുന്നത്. വേദപുസ്തകത്തിൽ ഇതെല്ലാം ഉണ്ടോ എന്ന് ചോദിക്കുന്നതിന് പകരം നമ്മൾ ചിന്തിക്കേണ്ടത്, ഇത് വേദപുസ്തകത്തിൽ ഇല്ല എന്ന് പറയുന്നതിനപ്പുറം വേദപുസ്തകം എന്ന പുസ്തകം വായിക്കണമെന്ന് ഏത് വേദപുസ്തകത്തിലാണ് എഴുതിയിരിക്കുന്നത് എന്നാണ് നമ്മൾ തുടങ്ങിയത്. 27 പുസ്തകങ്ങൾ ആണ് നിങ്ങൾ വായിക്കേണ്ടത്. ഇന്ന് എനിക്കും നിങ്ങൾക്ക് ഉപയോഗത്തിലിരിക്കുന്ന ഈ ബൈബിളിൽ കാണുന്ന 27 പുസ്തകങ്ങൾ മാത്രം നിങ്ങൾ വായിച്ചാൽ മതി പുതിയ നിയമത്തിൽ എന്ന് ആര് നിങ്ങളെ പഠിപ്പിച്ചു? ആ പഠിപ്പിച്ച പിതാക്കന്മാരുടെ പേരുകളാണ് പറഞ്ഞത്. അവരാണ് പറഞ്ഞത് എന്തൊക്കെ ചെയ്യണം. കിടക്കുമ്പോഴും നടക്കുമ്പോഴും വരുമ്പോഴും പോകുമ്പോഴും കഴിക്കുമ്പോഴും കഴിച്ചു കഴിയുമ്പോഴും നിൽക്കുമ്പോഴും ഇരിക്കുമ്പോഴും എല്ലാം എന്തു ചെയ്യണം? കുരിശ് വരയ്ക്കണം. ഇത് മറന്നു പോകരുത്. ആ പറഞ്ഞത് മറക്കുകയും അവർ തന്ന വേദപുസ്തകം ഉപയോഗിക്കുകയും ചെയ്യുകയും എന്നിട്ട് ചോദിക്കും വേദപുസ്തകത്തിൽ ഇതെല്ലാം ഉണ്ടോ? അത് വലിയ തെറ്റാണ്. മാർട്ടിൻ ലൂതർ ഏതാണ്ട് 1518 കാലഘട്ടത്തിലാണ് അദ്ദേഹം കത്തോലിക്ക സഭ വിട്ട് പുറത്തേക്ക് പോകുന്നത്. ഇന്ന് കാണുന്ന പല നവീകരണ പ്രസ്ഥാനങ്ങൾ, പ്രൊട്ടസ്റ്റന്റ് വിശ്വാസങ്ങൾ, പെന്തക്കോസ്ത് ഗ്രൂപ്പുകൾ, ഇവരുടെ എല്ലാ ഉത്ഭവവും ഒരു തുടക്കം എന്ന് പറയുന്നത് ഈ മാർട്ടിൻ ലൂതറിന്റെ പുറത്തേക്കുള്ള പോക്കാണ്. കത്തോലിക്ക സഭയിൽ നിന്ന് അത് പ്രത്യേകം ശ്രദ്ധിക്കണം. ഓർത്തഡോക്സ് സഭയിൽ നിന്നല്ല, കത്തോലിക്ക സഭയിൽ നിന്ന്. അദ്ദേഹം പുറത്തേക്ക് പോകുമ്പോൾ അദ്ദേഹം ഒരു ജർമ്മൻകാരനായിരുന്നു. ഈ മാർട്ടിൻ ലൂതറിന് ശേഷം വന്ന ആളുകൾ മാർട്ടിൻ ലൂതറിനെ കൂട്ടുപിടിച്ചിട്ടാണ് പറഞ്ഞത് സഭ പറയുന്ന പല കാര്യങ്ങളും വേണ്ട. പക്ഷെ മാർട്ടിൻ ലൂതറിനെ പറ്റി പറയുന്നത്, അദ്ദേഹത്തെ പറ്റി പറയുന്നത്, അദ്ദേഹം തിയോളജിൻ ഓഫ് ക്രോസ് എന്നാണ്. അദ്ദേഹത്തിന്റെ തിയോളജി, വേദശാസ്ത്രം മൊത്തം ഈ കുരിശുമായിട്ട് ചേർത്ത് വെച്ചാണ്. അദ്ദേഹം പറയുന്ന ഒരു വാചകം ഈ അടുത്ത സമയത്ത് 1997 ഓൺ ബീയിങ് എ തിയോളജിൻ ഓഫ് ക്രോസ്, ഓൺ ബീയിങ് എ തിയോളജിൻ ഓഫ് ദ ക്രോസ് എന്ന് പറയുന്ന ജി ഫോർഡേ എന്ന് പറയുന്ന, ജെറാഡ് ഫോർഡേ എന്ന് പറയുന്ന ഒരു വേദശാസ്ത്രജ്ഞൻ എഴുതിയ ഒരു പുസ്തകമുണ്ട്. ജെറാഡ് ഫോർഡേ എന്ന് പറയുന്ന വേദശാസ്ത്രജ്ഞൻ ഓൺ ബീയിങ് എ തിയോളജിൻ ഓഫ് ദ ക്രോസ് എന്ന 1997 ഈ മാർട്ടിൻ ലൂതറിന്റെ ജീവിത ചരിത്രവുമായി തിയോളജിയുമായി ബന്ധപ്പെട്ട് എഴുതിയൊരു പുസ്തകം. അതിൽ പറയുന്നത്, മാർട്ടിൻ ലൂതർ പറയുന്നതിനെ പറ്റി ഇങ്ങനെയാണ് എഴുതിയിരിക്കുന്നത്. മാർട്ടിൻ ലൂതറിന്റെ വാക്കുകൾ കോട്ട് ചെയ്തിരിക്കുന്നത് ഇങ്ങനെയാണ്: ദ ക്രോസ് എലോൺ ഇസ് അവർ തിയോളജി. ഇത് വിശദീകരിക്കുമ്പോൾ മറ്റു വ്യാഖ്യാനങ്ങളിലേക്കൊക്കെ പോകും എങ്കിലും അദ്ദേഹം പ്രാധാന്യം നൽകുന്നുണ്ട്. ദ ക്രോസ് എലോൺ ഇസ് അവർ തിയോളജി. ഈ കുരിശ് വിട്ടൊരു പരിപാടി അദ്ദേഹം പറയുന്നില്ല. പക്ഷെ പുള്ളിക്ക് അല്ലെങ്കിൽ അദ്ദേഹത്തിന് ശേഷം വന്ന ആൾക്കാരൊക്കെ അദ്ദേഹത്തെക്കാൾ വലിയ തീവ്രവാദികളായിത്തീരും. കുരിശും വേണ്ട, ഒന്നും വേണ്ട. വളരെ രസകരമായ ഒരു അനുഭവം. അത് തിരുവല്ലയ്ക്കും ചെങ്ങന്നൂരിനും ഇടയിൽ ഒരു 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 ഹാളുണ്ട്. പള്ളിയിൽ നിന്നൊക്കെ കുറച്ച് കഴിയുമ്പോൾ പറഞ്ഞോളൂ. പണ്ട് കാലത്ത് ഫെയ്ത്ത് ഹോം ആയിരുന്നു, ഇപ്പോൾ ആരാധനാലയമായി. അതിങ്ങനെ മാറിക്കൊണ്ടേയിരിക്കും. ആദ്യകാലങ്ങളിൽ നിങ്ങൾ നോക്കിയാൽ മതി, നിങ്ങൾക്ക് പരിചയമുള്ള പെന്തക്കോസ്ത് പ്രസ്ഥാനങ്ങളൊന്നും കുരിശ് ഉപയോഗിക്കുകയില്ല. കാലം മാറിയപ്പോൾ അവർ കുരിശ് ഉപയോഗിക്കാൻ തുടങ്ങി. ഒരു കാലത്ത് വേണ്ട എന്ന് പറയുകയും പിന്നീട് സത്യം മനസ്സിലാക്കി ഇത് വേണമെന്ന് പറയുകയും ചെയ്യുന്ന ഒരു കൂട്ടരായിട്ട് മാറുകയാണ്. ഇതുകൊണ്ടാണ് പറയുന്നത് സത്യവിശ്വാസം അറിയണം. ഞാൻ ആരെയും കുറ്റപ്പെടുത്തുകയല്ല, യാഥാർത്ഥ്യം വിട്ടിട്ട് മറ്റൊന്നിലേക്ക് പോകാൻ നമ്മൾക്കിടയാകരുത്. നിങ്ങളത് പ്രത്യേകമായിട്ട് ശ്രദ്ധിക്കണം. ജോൺ സ്റ്റോട്ട് എന്ന് പറയുന്ന ഒരു ഇവാഞ്ചലിക്കൽ ആംഗ്ലിക്കനാണ്. പ്രൊട്ടസ്റ്റന്റ് സഭയുടെ ഒത്തിരി നൂതനമായ ആശയങ്ങൾ ഉൾക്കൊള്ളുന്ന ഒരു മനുഷ്യനാണ് ജോൺ സ്റ്റോട്ട്. പക്ഷേ അദ്ദേഹത്തിന്റെ പുസ്തകത്തിൽ ദ ക്രോസ് ഓഫ് ക്രൈസ്റ്റ് എന്ന് പറയുന്ന ഒരു പുസ്തകമുണ്ട്. അദ്ദേഹം പറയുന്നത്, there is no need for us to dismiss this habit as superstitious. There is no need for us to dismiss this habit as superstitious. കുരിശ് വരയ്ക്കുന്നതേ അന്ധവിശ്വാസമാണെന്നും പറഞ്ഞ് തള്ളിക്കളയേണ്ട കാര്യമൊന്നും
ഇല്ല എന്നാണ് 20-ാം നൂറ്റാണ്ടിലെ പ്രശസ്തനായ അതിപ്രശസ്തനായ ഒരു ഇവാഞ്ചലിക്കൽ ആംഗ്ലിക്കൻ സഹോദരൻ ഒത്തിരിയുണ്ട്. അതിൽ ഒരു കൂട്ടരാണ് CMS മിഷണറിമാരായിട്ട് ഇവിടെയൊക്കെ വന്ന് പിന്നീട് അവർ CSIയും CNIയുമായി ഒക്കെ മാറിപ്പോയത്. അവരെ കൂട്ടുപിടിച്ചാണ് മറ്റ് ചില സഭകൾ കേരളത്തിൽ നമ്മളിൽ നിന്ന് ഉടലെടുത്തത്. ഇതെല്ലാം കൂടെ നിങ്ങൾ ചേർത്ത് നോക്കുമ്പോൾ ഈ മനുഷ്യൻ പറയുകയാണ്, അദ്ദേഹം ബൈബിൾ പഠിച്ച് വേദശാസ്ത്രം പഠിച്ച് അവിശ്വാസത്തിൽ നിൽക്കുന്ന ആളാണ്. പക്ഷെ അദ്ദേഹം പറയുകയാണ്, അവരുടെ ഇടയിൽ ഇതിനെ അന്ധവിശ്വാസമായി കാണുന്നതുകൊണ്ടാണ് അദ്ദേഹം പറയുന്നത്, ഇതിനെ അന്ധവിശ്വാസമായി കാണുന്നതിനെ നമ്മൾ ഒഴിവാക്കണം. അങ്ങനെ കരുതേണ്ട കാര്യമില്ല. ഇൻ ഒറിജിൻ അറ്റ് ലീസ്റ്റ് ദ സൈൻ ഓഫ് ക്രോസ് വാസ് intended to identify and intended to sanctify each act as belonging to Christ. ഇതെല്ലാം ക്രിസ്തുവുമായി ചേർന്നുള്ള പ്രവർത്തനവുമായി ഇതിനെ കണ്ടിരുന്നു. കുരിശ് വരയ്ക്കുന്നതും കുരിശുമായി ചേർന്നുള്ള അതെല്ലാം ക്രിസ്തുവുമായുള്ള എല്ലാ പ്രവർത്തനങ്ങളെയും ചേർത്ത് കാണുകയാണ്. ഇത് ഞാനും നിങ്ങളും മറന്നു പോകരുത്. ഇന്ന് പലപ്പോഴും എനിക്ക് നിങ്ങൾക്ക് ഉണ്ടാകുന്ന പ്രശ്നം, ഇത് കുമ്പിടിയിലാണോ വിഗ്രഹാരാധനയാണോ എന്ന് ചോദിച്ചേക്കാം. വിഗ്രഹം ആരാധന എന്താണെന്ന് ഞാൻ പറഞ്ഞു കഴിഞ്ഞു. കുരിശ് കുമ്പിടുന്ന പേജ് ശ്ലീബാ വന്ദനവ് എന്ന ക്രമത്തിലുണ്ട്. സഭയുടെ ദുഃഖവെള്ളിയാഴ്ച പുസ്തകം എല്ലാവരുടെയും കയ്യിലുണ്ട്. അവിടെ ശ്ലീബ ആരാധന എന്ന് എഴുതിയിരിക്കുമ്പോൾ നമുക്കൊരു സംശയമുണ്ട്, ഇത് ശ്ലീബായെ ആരാധിക്കാനായിട്ട് പോവുകയാണോ എന്നൊരു ചോദ്യമുണ്ട്, അല്ലേ? ശ്ലീബ ആരാധന എന്നാണ് എൻ്റെ തലക്കെട്ട്. പക്ഷെ അതിന്റെ തൊട്ട് താഴെ മുതൽ എഴുതിയിരിക്കുന്ന തലക്കെട്ട് ശ്രദ്ധിച്ചിട്ടുണ്ടോ? ശ്ലീബ വന്ദനമെന്ന. അതിനേക്കാളൊക്കെ ശ്രദ്ധേയമായി എഴുതിയിരിക്കുന്ന ഒരു കാര്യമുണ്ട്, ഞങ്ങളുടെ ആത്മത്വത്തിന് അതിനാൽ രക്ഷയുണ്ടായി എന്ന് ശ്ലീബായെ ഞങ്ങൾ കുമ്പിടുന്നു. ഇത് പരിചിതമായ വാക്കാണ്, പ്രാർത്ഥനയാണ്. ഇതിന് തൊട്ട് താഴെ ബ്രാക്കറ്റിൽ എഴുതിയിരിക്കുന്നത് എങ്ങനെയാണ് എന്നറിയാമോ? ശ്ലീബ മുത്തി കുമ്പിടണം എന്നാണ്. നമ്മളെ എല്ലാവരും പറയുന്നത് എന്താ? ശ്ലീബായെ നമ്മൾ എന്തോ കുമ്പിടാൻ പോയി? കുരിശുകുമ്പിടിയിലെന്നാണ് നമ്മൾ പറയുന്നത്, അല്ലേ? കുരിശിനെ കുമ്പിടാൻ പോയതാണോ? ആണോ? ശ്ലീബ മുത്തി കുമ്പിടണം എന്നാണ് പിതാക്കന്മാർ അവിടെ എഴുതി വെച്ചിരിക്കുന്നത്. ഇത്രയും കട്ടിയുള്ള ഒരു പുസ്തകം ഉണ്ടല്ലോ, ദുഃഖവെള്ളിയാഴ്ച പെസഹ വ്യാഴാഴ്ചയും എല്ലാ ക്രമങ്ങളും, ഹാഷായുടെ ഗീതങ്ങൾ അടങ്ങിയ പുസ്തകം. ആ പുസ്തകത്തിൽ നോക്കണം, ശ്ലീബ വന്ദനവിന്റെ അവസാന പേജ്, അരിമത്ഥ്യക്കാരൻ യോസഫ് അതൊക്കെ കഴിഞ്ഞിട്ട് ഉള്ള പേജില് അത് എഴുതിയിട്ടുണ്ട്, ശ്ലീബ മുത്തി കുമ്പിടുക. ശ്ലീബായുടെ മണ്ടക്കോട്ടാണ് നമ്മൾ കുമ്പിട്ടിടുന്നത്. സാധാരണ എല്ലാം ചെയ്യുന്ന അങ്ങനെയല്ലേ? ശ്ലീബ മുത്തിയിട്ട് കുമ്പിടണം എന്നാണ് എഴുതിയിരിക്കുന്നത്. നമ്മൾ കുമ്പിട്ട് കഴിഞ്ഞിട്ടാണ് എന്ത് ചെയ്യുന്നത്? കുമ്പിടുന്നത് മുത്തുന്നത് എല്ലാം ഒരുമിച്ചാണ്. അതുകൊണ്ടാണ് നമുക്ക് ഈ സംശയം ഉണ്ടാകുന്നത്. ശ്ലീബ മുത്തി കുമ്പിടണം എന്നാണ് പഠിപ്പിക്കുന്നത്. ശ്ലീബ ഇത് ഞാനും നിങ്ങളും എന്തിന് എന്ന് ചോദിച്ചാൽ എബ്രായ ലേഖനം 9 അധ്യായം 11 മുതൽ 14 വാക്യങ്ങളിൽ ഓർപ്പിക്കുന്നുണ്ട്. എന്തുകൊണ്ടാണ് നമ്മൾ ഈ കുരിശിനെ നമ്മൾ ശ്രേഷ്ഠമായി അങ്ങനെ കാണുന്നു എന്ന് ചോദിച്ചാൽ, എബ്രായ ലേഖനം 9 അധ്യായം 11 മുതൽ 14 വാക്യങ്ങൾ പറയുന്നുണ്ട്, ഇത് ക്രിസ്തു മഹാപുരോഹിതൻ, പ്രധാന മഹാപുരോഹിതൻ ഈ ക്രൂശിൽ യാഗമായി തീർന്നു. അവന്റെ യാഗപീഠമാണത്, അല്ലേ? ഭൂമിയിലല്ല, ആകാശത്തിലുമല്ല, അവൻ യാഗപീഠം. മ്ലേച്ഛമെന്ന് കരുതിയിരുന്ന, നിന്ദ്യമെന്ന് കരുതിയിരുന്ന ഒരു വസ്തുവിനെ അവൻ എടുത്തു വെച്ച് യാഗമായി തീർന്നു. ഇവിടെ ഒരു ചോദ്യം ചോദിച്ചേക്കാം, ഇത് കട്ടിലായിരുന്നെങ്കിൽ നിങ്ങൾ കട്ടിൽ കഴുത്തിൽ തൂക്കിക്കൊണ്ട് നടക്കുമോ എന്ന് ചോദിക്കുന്നവരുണ്ട്. കസേരയായിരുന്നെങ്കിൽ കസേര കഴുത്തിലിട്ട് നടക്കുമോ എന്ന് ചോദിക്കുന്നവരുണ്ട്. ഒരർത്ഥത്തിൽ ഞാൻ പറയട്ടെ, എന്റെ ദൈവം, എന്റെ രക്ഷകൻ എനിക്ക് വേണ്ടി യാഗമായി തീർന്നത് കട്ടിലാണെങ്കിൽ കട്ടിൽ ചുമക്കാൻ എനിക്ക് മടിയില്ല. പക്ഷെ എന്റെ ദൈവം എന്നെ കരുതുന്ന ദൈവമായതുകൊണ്ട് എനിക്ക് ചുമക്കാവുന്ന കുരിശ് മാത്രമേ യാഗപീഠമായി കരുതിയുള്ളൂ. ആ ചോദ്യം അപ്രസക്തമാണ്. അങ്ങനെ ആയിരുന്നെങ്കിൽ നിങ്ങൾ അങ്ങനെ ചെയ്യുമോ എന്ന് ചോദിച്ചാൽ അതിന്റെ മറുപടി യഥാർത്ഥത്തിൽ അങ്ങനെ അല്ലല്ലോ. അങ്ങനെ ഇനി സംഭവിക്കാനും പോകുന്നില്ല. ലോക ചരിത്രത്തിൽ ഇനി അങ്ങനെ ഒന്നും സംഭവിക്കാനും പോകുന്നില്ല. പിന്നെ നമ്മൾ അതിനെപ്പറ്റി ഇനിയും വിഷമിക്കേണ്ട കാര്യമില്ല, ചിന്തിക്കേണ്ട കാര്യമില്ല. വേദപുസ്തകത്തിൽ ഉള്ളത് മാത്രം മതി എന്ന് ആരെങ്കിലും പറയുമ്പോ, വേദപുസ്തകമാരാണ് പഠിപ്പിച്ചത്,
വേദോത്സവത്തിൽ 27 പുസ്തകം പുതിയ നിയമത്തില് വായിക്കണമെന്ന് ആരാണ് പഠിപ്പിച്ചത്? പഴയ നിയമത്തിലെ 39 പുസ്തകം അതിനോട് ചേർന്നുള്ള അപ്പോക്രിഫൽ ഗ്രന്ഥങ്ങളും വായിക്കണമെന്ന് പറഞ്ഞതാരാണ്? ഇതേത് തിരുവചനത്തിലാണ് എഴുതിയിരിക്കുന്നത്? പിതാക്കന്മാർ പഠിപ്പിച്ചു തന്നതാണ്. പിതാക്കന്മാരെന്ന് പറയുമ്പോൾ സഭയോട് ചേർന്ന് നിൽക്കുന്നവർ, സഭ വിട്ടുപോയവരല്ല. ആദിമകാലത്തിൽ സഭപിതാക്കന്മാർ അഥാനാസിയോസ്, കുറിലോസ്, ബെസേലിയോസ്, ഇങ്ങനെയുള്ള പിതാക്കന്മാർ അവർ കൈമാറി തന്ന ശ്രേഷ്ഠമായ കാര്യമാണ്. നമ്മൾ ഉപയോഗിക്കുന്നത് ക്രൂശിത രൂപമല്ല, ഒഴിഞ്ഞ കുരിശാണ്, എംപ്റ്റി ക്രോസ്. അത് നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കണം. ഉയർത്തെഴുന്നേറ്റ ക്രിസ്തു, തൂങ്ങപ്പെട്ട കുരിശ് അല്ല നമ്മൾ ഉപയോഗിക്കുന്നത്. അത് ഏതാണ്ട് 8-ാം നൂറ്റാണ്ട് മുതലാണ് പ്രചാരത്തിൽ വന്നത്. 8-ാം നൂറ്റാണ്ട് മുതലാണ്. അതിനു മുമ്പ് പൗരസ്ത്യ സഭയും പാശ്ചാത്യ സഭയും ഒഴിഞ്ഞ കുരിശാണ് ഉപയോഗിച്ചുകൊണ്ടിരുന്നത്. ക്രിസ്തു ക്രൂശിതനായി കിടക്കുകയല്ല, ഉയർത്തെഴുന്നേറ്റു കഴിഞ്ഞു എന്നുള്ളതിന്റെ സൂചനയായിട്ടാണ് നമ്മൾ ഒഴിഞ്ഞ കുരിശ്, ക്രിസ്തു ഉയർത്തെഴുന്നേറ്റ് പോയി ക്രൂശിതനായി കിടക്കുകയല്ല എന്നുള്ളതിന്റെ പ്രതീകമായിട്ടാണ് നമ്മൾ ഒഴിഞ്ഞ കുരിശ് ഉപയോഗിക്കുന്നത്. അതാണ് സഭ പഠിപ്പിക്കുന്നത്. പൗലോസ് മാർ ഗ്രിഗോറിയോസ് തിരുമേനി സ്ലീബ വന്ദനവോ വിഗ്രഹാരാധനയോ എന്ന് എഴുതിയിരിക്കുന്ന ഒരു പുസ്തകമുണ്ട്. സ്നേഹം ക്രിസ്തുമതത്തിന്റെ അടിസ്ഥാനം എന്ന ഒരു പുസ്തകം. ഈ അടുത്ത സമയത്ത് അദ്ദേഹത്തിന്റെ ലേഖനങ്ങളെല്ലാം കൂടെ ചേർന്ന് പ്രസിദ്ധീകരിച്ചാണ്. ഇത് വർഷങ്ങൾക്ക് മുമ്പ് അദ്ദേഹം എഴുതിയതാണ്. സ്ലീബ വന്ദനവോ ആരാധനയോ വിഗ്രഹ ആരാധനയോ എന്ന് ചോദിച്ചുകൊണ്ട് അദ്ദേഹം എഴുതിയിരിക്കുന്ന ഒരു ലേഖനമാണ്. അതിൽ പരിശുദ്ധ പിതാവ്, അഭിമന്യ പിതാവ് സൂചിപ്പിക്കുന്നത് ഇങ്ങനെയാണ്: ഭാഗ്യസ്മരണാനായ പൗലോസ് മാർ ഗ്രിഗോറിയോസ് തിരുമേനി സഭ ലോകത്തിന് നൽകിയ, ക്രൈസ്തവ സഭയ്ക്ക് നൽകിയ വലിയ വേദശാസ്ത്രജ്ഞനാണ്. ലോകമൊക്കെയും അറിയപ്പെടുന്ന, അംഗീകരിക്കുന്ന ആ തലത്തിലേക്ക് ഉയർത്തപ്പെട്ട പ്രശസ്തനായ വേദശാസ്ത്രജ്ഞനാണ്. അദ്ദേഹം പറയുന്നത്, മനുഷ്യാവതാരം ചെയ്ത ക്രിസ്തുവിനെ അല്ലാതെ സൃഷ്ടിയിലുള്ള മറ്റു യാതൊന്നിനെയും നമുക്ക് ദൈവമായി കരുതുവാൻ, ആരാധിക്കുവാൻ സാധ്യമല്ല. എന്നാൽ കർത്താവിന്റെ ക്രൂശും കബറിടവും ഒക്കെ നമ്മുടെ രക്ഷയ്ക്കായി കർത്താവ് നിർവഹിച്ച പ്രവൃത്തിയുടെ അഭിവാജ്യ ഘടകങ്ങളായതുകൊണ്ട് അവയ്ക്ക് നാം നൽകുന്ന വന്ദനവ് ക്രിസ്തുവിന്റെ രക്ഷാപ്രവർത്തനത്തിന് നാം നൽകുന്ന വന്ദനവാണ്. അവയ്ക്ക് നാം നൽകുന്ന വന്ദനവ് ക്രിസ്തുവിന്റെ രക്ഷാപ്രവർത്തനം നൽകുന്ന വന്ദനമാണ്. ക്രൂശിനെ വന്ദിക്കുന്നതിൽ ആരാധനയുണ്ടെങ്കിൽ ആരാധന ക്രൂശനല്ല, ക്രൂശിതനായി ക്രിസ്തുവിനാണ് നൽകപ്പെടുന്നത്. പരിശുദ്ധന്മാരെ വന്ദിക്കുന്നതിലും അടങ്ങിയിട്ടുള്ളത് അവരിൽ കാണുന്ന ദൈവത്തോടുള്ള വന്ദനയാണ്. അതുകൊണ്ടാണ് ഈ ആദിമ കാലത്ത് നമ്മുടെ പൗരസ്ത്യ സഭ ഈ പശ്ചാത്തലത്തിൽ ഒരാളെ കാണുമ്പോൾ ഗുഡ് മോർണിംഗ്, ഹലോ എന്നല്ല പറയുന്നത്. എന്താണ് പറയുന്നത്? നമസ്തേ എന്നാണ്. അയാളിലുള്ള ദൈവിക ഭാവത്തെ സ്മരിച്ചുകൊണ്ട് അയാളെ നമസ്കരിക്കുക അല്ലേ? ഇങ്ങനെയാണ് നമസ്തേ എന്ന് പറയുന്നത്. നമ്മൾ ഈ വണങ്ങുകയും കുമ്പിടുകയും ഒക്കെ ചെയ്യുമ്പോൾ അത് അതിനെ അല്ല എന്ന് പ്രത്യേകമായിട്ട് ഓർക്കുക. അദ്ദേഹം പറയുന്ന ഒരു കാര്യം കൂടെ ഓർമ്മിപ്പിച്ചുകൊണ്ട് നിർത്തട്ടെ. 4-ാം ശതാബ്ദത്തിൽ യെരുശലേം സന്ദർശിച്ച സ്പാനിഷ് തീർത്ഥാടകയായ എഹേറിയ, സ്പാനിഷ് തീർത്ഥാടകയായ എഹേറിയ എന്ന് പറയുന്ന ഒരു വനിതാരത്നം ഊഷ്ലേം ദേവാലയത്തിലെ ദുഃഖവെള്ളിയാഴ്ചയിലെ ആരാധനയിൽ സ്ലീബ വന്ദനവിന്റെ ക്രമമുള്ളതായും, നിങ്ങൾ ഓർത്തു നോക്കണം, 4-ാം നൂറ്റാണ്ടിൽ എഴുതപ്പെട്ട ഒരു ലേഖനത്തിൽ നിന്നാണ് അഭിമന്യ ഭാഗ്യസ്മരണാനായ തിരുമേനി വിവരിക്കുന്നത്. സ്ലീബ വന്ദനവിനെ പറ്റി 4-ാം നൂറ്റാണ്ടിൽ യെരുശലേം സന്ദർശിച്ച സ്പാനിഷ് തീർത്ഥാടകയായ എഹേറിയ അവർ പറയുന്നത്, ദുഃഖവെള്ളിയാഴ്ചയിലെ ആരാധനയിൽ സ്ലീബ വന്ദനവിന്റെ ക്രമമുള്ളതായും ആ സമയത്ത് കർത്താവിന്റെ യഥാർത്ഥ സ്ലീബായ മുട്ടുകുത്തി വന്ദിക്കുന്നവർ അതിന്റെ ശകലങ്ങൾ കടിച്ച് വേർപെടുത്തിക്കൊണ്ട് പോകാതിരിക്കാൻ വേണ്ടി ശമാശന്മാർ അവിടെ കാവൽ നിന്നതായും രേഖപ്പെടുത്തിയിട്ടുണ്ട്. നമുക്കറിയാമല്ലേ, കുരിശ് അവിടെ ഉണ്ടെന്നും അത് കടിച്ചുകൊണ്ട് ആൾക്കാരല്ലേ മുത്താൻ വരുമ്പോ ഇച്ചിരി എന്നാ വായിക്കാത്തോട്ട് ഇരുന്നോണ്ട് എന്ന് കരുതി കടിച്ചുകൊണ്ട് പോകുന്ന ഒരു വിശ്വാസം. എങ്ങനെങ്കിലും കിട്ടണമെന്നുള്ളതാണല്ലോ നമ്മുടെ ആഗ്രഹം. കട്ടിൽ അവിടെ കിടപ്പുണ്ട്, ഇവിടെ എല്ലാവരും ഉള്ളത് കൊണ്ട് അതവിടെ കിടക്കുന്നു, ഇല്ലെങ്കിൽ അതും കൊണ്ട് ആരെങ്കിലും ഒക്കെ പോയില്ലേ. ഇത് ആദ്യമകാലം മുതലല്ലാണ് ഭക്തി അങ്ങ് കൂടുമ്പോ. അദ്ദേഹം പറയുന്ന, അതിനോട് ചേർന്ന് പറയുന്ന കാര്യമാണ്, 4-ാം ശതാബ്ദത്തിൽ ഊഷ്ലേം ദേവാലയത്തിലെ ദുഃഖവെള്ളിയാഴ്ച ശുശ്രൂഷ. ദുഃഖവെള്ളിയാഴ്ച രാവിലെ അടുത്തുള്ള എല്ലാ ക്രിസ്ത്യാനികളും ഗോൽഗോഥയിലെ ദേവാലയത്തിൽ വന്നു ചേരും. മെത്രാപ്പോലിത്ത സഭാമധ്യത്തിൽ ഗുരുപീഠത്തിൽ ആരൂഢനായിരിക്കുന്നു. ശമാശന്മാർ ചുറ്റും നിൽക്കുന്നു.
തിരുമേനിയുടെ മുമ്പിൽ വെള്ളം വിരിച്ചൊരു മേശമേൽ യഥാർത്ഥ സ്ലീബ വെച്ചിരിക്കുന്നു. മെത്രാപ്പോലീത്ത സ്ലീബയുടെ ഒരറ്റത്ത് ഉറപ്പിച്ച് പിടിച്ചിരിക്കുന്നു. പള്ളിയിലുള്ള ഓരോരുത്തരും വന്ന് സ്ലീബായെ വന്നിച്ചിട്ട് കടന്നു പോകുന്നു. ഏതാനും വർഷങ്ങൾക്കുള്ളിൽ ഈ പതിവ് എല്ലാ പള്ളികളിലും പരന്നു. സ്പാനിഷ് തീർത്ഥാടക ഹേറിയ പറഞ്ഞതാണ്, അവരെഴുതിയിട്ടുള്ളതാണ്, ചരിത്രം രേഖപ്പെടുത്തിയിട്ടുള്ള വാക്കുകളാണ്. യെരുശലേം ദേവാലയത്തിൽ നടന്നിരിക്കുന്ന കാര്യമാണ് ഇത് സൂചിപ്പിക്കുന്നത്. അന്നൊന്നും ആർക്കും ഇതെന്ത് തോന്നിയില്ല, വിഗ്രഹാരാധനയാണെന്ന് തോന്നിയില്ല. എപ്പോഴും ഇതൊക്കെ തോന്നിയത് വിവരവും കൂടി എന്ന് നമുക്ക് തോന്നുമ്പോഴാണ് പലതും തെറ്റാണെന്ന് തോന്നുന്നത്. നമ്മുടെ പിതാക്കന്മാർ നമുക്ക് കൈമാറി തന്നതാണ്. നമ്മുടെ പിതാക്കന്മാർ പറഞ്ഞതാണ്, പുതിയ നിയമത്തിൽ 27 പുസ്തകം നിങ്ങൾ വായിക്കണം. സെപ്റ്റുജന്റെ വെർഷൻ ആയിരിക്കുന്ന 39 അതിനോട് ചേർന്ന പുസ്തകങ്ങൾ നിങ്ങൾ വായിക്കണം. സഭ പഠിപ്പിച്ചതാണ്. അല്ലാതെ ഒരു പാസ്റ്ററോ രാവിലെ ഇറങ്ങിയോ ഒരു പെന്തക്കോസ്ത് വിശ്വാസിയോ 15-ാം നൂറ്റാണ്ടിന് ശേഷമുള്ള ആരെങ്കിലുമോ 10-ാം നൂറ്റാണ്ടിന് ശേഷമുള്ള ആരെങ്കിലുമോ 9-ാം നൂറ്റാണ്ടിന് ശേഷമുള്ള ആരെങ്കിലുമോ അല്ല നമ്മെ പഠിപ്പിച്ചത്. ആദിമകാലം മുതൽ സഭയിൽ നിന്നിരുന്ന വിശ്വാസം, അവർ ഉപയോഗിച്ചിരുന്ന ക്രമം, അങ്ങനെയാണ് വേദോത്സവം വന്നത്. അങ്ങനെ ആ കാലഘട്ടത്തിൽ നിലനിന്നിരുന്ന കുരിശുവര, കുരിശുമുമ്പിടിൽ അതിനെ വന്ദിക്കുക, അതിനെ ബഹുമാനിക്കുക, ഈ പതിവും തുടർന്നു വന്നിരുന്നു. ഇത് നമുക്ക് ഒരു പശ്ചാത്തലമാണ് നമ്മൾ പ്രത്യേകമായിട്ട് ഓർക്കുക. നമ്മൾ തുടങ്ങിയത് ശ്ലീബാവന്ദനവ് 1 തിമോഥെയോസ് 3-ാം വാക്യം. സഭയാണ് സത്യത്തിന്റെ തൂണും അടിസ്ഥാനവും. അതിൽ നിന്ന് നമ്മൾ പോയത് 313 എഡിക്റ്റ് ഓഫ് മിലാൻ, കോൺസ്റ്റന്റൈൻ ചക്രവർത്തി ഇതിന് കൊടുക്കുന്ന പ്രാധാന്യം. പിന്നീട് ഇത് പഴയ നിയമത്തിൽ പുതിയ നിയമത്തിൽ എവിടെയൊക്കെയുണ്ട്? ഏറ്റവും ശ്രേഷ്ഠമായിട്ടുള്ള യെസ്കേൽ പ്രവാചകന്റെ പുസ്തകം 9-ാം അധ്യായം 4-ാം വാക്യം. പിന്നീട് ആരാധനയും വന്ദനവും തമ്മിലുള്ള വ്യത്യാസം നമ്മൾ കണ്ടു. വെനറേഷനും വർഷിപ്പും തമ്മിൽ വ്യത്യാസമുണ്ട്. പിന്നീട് നമ്മൾ കണ്ടത് സഭാപിതാക്കന്മാർ എങ്ങനെയാണ് ഇതിനെ വിശദീകരിക്കുന്നത്. ഏറ്റവും അവസാനം നമ്മൾ പറഞ്ഞു നിർത്തിയത് സ്പാനിഷ് തീർത്ഥാടക ഹേറിയയുടെ വാക്കുകളാണ്. ഇത് ആദിമ സഭയുടെ കാലം മുതൽ നിന്നിരുന്നതാണ്. അതുകൊണ്ട് നമ്മൾ കുട്ടികളെ പഠിപ്പിക്കണം, കുരിശ് വരയ്ക്കാൻ, കുരിശ് വരച്ച് പോകുവാൻ, പ്രാർത്ഥിക്കുവാൻ, കുരിശ് കുമ്പിട്ട് അവിടെ നമ്മൾ കുരിശിനെയല്ല വന്ദിക്കുന്നത്, ശ്ലീബ വന്ദനവ്. കുരിശിന്റെ മുമ്പിൽ നിന്ന് നമ്മൾ കുമ്പിടുമ്പോൾ നമ്മുടെ ദൈവത്തെ, അവന്റെ കഷ്ടാനുഭവങ്ങളെ, അവന്റെ പീഡകളെ, അവന്റെ ദുഃഖങ്ങളെ, അവന്റെ വേദനകളെ ഓർക്കുകയാണ്. നമ്മൾക്ക് വേണ്ടി ചെയ്ത എല്ലാ സ്നേഹത്തിനും. അതിന് ദൈവത്തിന്റെ സന്നിധിയിൽ കൂടുതൽ വിശുദ്ധയോടുകൂടി എല്ലാ ദുഷ്ടശക്തികൾക്കുമെതിരായി ജയമുള്ള ശ്ലീബ നമുക്ക് അടയാളമായി തീരട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് എന്റെ വാക്കുകൾ നിർത്തുന്നു. ദൈവം അനുഗ്രഹിക്കട്ടെ.